ഭാരതീയ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭാരതീയ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്ന വിഷയത്തിൽ ഒന്ന് ഭാരതം എന്ന് പറയുന്നൊരു പദവും, പിന്നെ സമൂഹമാണ് നേരിടുന്ന വെല്ലുവിളികൾ. ഭാരതം എന്ന് പറഞ്ഞാൽ അറിവിൽ അഭിരമിക്കുന്നതാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. അറിവിൽ അഭിരമിക്കുന്ന നാട് എന്ന് ഭാരതത്തെക്കുറിച്ച് പറയാനുള്ള കാരണം, ലോകത്തിൽ ഇന്നേ വരെ കണ്ടുകിട്ടിയിട്ടുള്ള അറിവിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴയത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിന് മുൻപ് ഒരു സാഹിത്യകൃതിയോ സാംസ്കാരിക ഗ്രന്ഥമോ മതഗ്രന്ഥമോ ഒന്നുമില്ല. നല്ല നല്ല കൃതികൾ ധാരാളം പിന്നീടുണ്ടായിട്ടുണ്ട്. നല്ല കഥകളുള്ള ധാരാളം മതഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ ബൈബിളിൽ ധാരാളം നല്ല ഉപദേശ കഥകളുണ്ട്. ഖുർആനിലും ധാരാളം കഥകളുണ്ട്. ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ കഥകളുണ്ട്. ജൈനമത ഗ്രന്ഥങ്ങളിലും കഥകളുണ്ട്. പക്ഷേ ഈ ജൈനമതത്തിനെയും ബുദ്ധമതത്തിനെയും ഇസ്ലാം മതത്തെയും ക്രിസ്തീയ മതത്തെയും ഒക്കെ ഒന്ന് പഠിച്ചാൽ ഇവയ്ക്കൊക്കെ വളരെ കുറഞ്ഞ കാലത്തെ വളർച്ചയും വികാസവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ പ്രാചീനമായിട്ടുള്ളത് ബുദ്ധമതമാണ്. ക്രിസ്തുവിനും ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് മുൻപ്, ക്രിസ്തുവിനും 600 വർഷം മുൻപ്, എന്നേക്ക് ചിന്തിച്ചാൽ 2600-700 വർഷം എന്ന് പറയാം. അങ്ങനെ 2700 വർഷത്തെ ഒരു പാരമ്പര്യമാണ് ബൗദ്ധ ചിന്തയ്ക്കുള്ളത്, ബുദ്ധ ചിന്തയ്ക്കുള്ളത്. ഭാരതീയ ചിന്തയുടെ അടിസ്ഥാനമായിരിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാർ ഋഗ്വേദത്തിൻ്റെ കാലം തന്നെ ഗണിക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ എത്ര വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാൻ അതിലെ ഭാഷയാണൊന്ന് പഠിക്കുക. ആ ഭാഷയുടെ ധാതുരൂപങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഏതെല്ലാം ഭാഷയുമായി ഇതിന് ബന്ധമുണ്ട്. അങ്ങനെ ഭാഷയെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഡോ യൂറോപ്യൻ എന്നും ദ്രാവിഡ എന്നും ഒക്കെ ലാംഗ്വേജുകളെ തിരിച്ചിട്ട്. ഉദാഹരണത്തിന് മലയാളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽപ്പെട്ടതാണ്. മലയാളം, തമിഴ്, കന്നഡ, തുളു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 9ഓളം ഭാഷകൾ ദ്രാവിഡ ഭാഷകളാണെന്ന് പറയും. ഇൻഡോ യൂറോപ്യൻ ഭാഷയിൽപ്പെടുന്നതാണ് ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ. പക്ഷെ ഏത് നാട്ടിൽ എപ്പോൾ ഉണ്ടായത് എന്ന് പോലും പറയാൻ പറ്റാത്ത ഭാഷയാണ് സംസ്കൃതം. എന്നിട്ട് പോലും വളരെ രസകരമായൊരു സംഗതി, ചില ആളുകൾ ബോധപൂർവം ചില കൃതികളൊക്കെ രചിക്കും. അടുത്ത കാലത്തുണ്ടായിട്ടുള്ളതാണ്. ഒരു ഗ്രന്ഥത്തിൽ ആധുനിക ഭാഷാശാസ്ത്രം എന്ന് പറയുന്ന ഒരു കൃതി, അത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ KM പ്രഭാകര വാര്യരും ഡോക്ടർ ശാന്ത അഗസ്റ്റിനും കൂടിയാണ്. അവരുടെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സംസ്കൃതം മൃതഭാഷയാണ് എന്നാണ്. അങ്ങനെയാണ് കുട്ടികളൊക്കെ പഠിക്കുന്നത്, ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുന്നത്. പക്ഷേ സംസ്കൃതം മൃത ഭാഷ ആണ്. ഇങ്ങനെ 4 വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ 3 വാക്കുകളും സംസ്കൃതത്തിൻ്റെതാണ്. അപ്പോൾ സംസ്കൃതം മൃതഭാഷയാണോ, മരിച്ചുപോയ ഭാഷയാണോ? അത്രയും നമുക്ക് ചോദിക്കാം. സംസ്കൃതം ചത്തുപോയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സംസ്കൃതം ചത്തുപോയി എന്ന് പറയാൻ 3 വാക്കുകൾ സംസ്കൃതത്തിൻ്റെത് എടുക്കേണ്ടി വന്നു. സംസ്കൃതം എന്ന വാക്ക് സംസ്കൃതത്തിൻ്റെതാണ്, മൃത എന്നുള്ളത് സംസ്കൃതത്തിൻ്റെതാണ്, ഭാഷ എന്നുള്ളത് സംസ്കൃതത്തിൻ്റെയാണ്. ആണ് എന്ന വാക്ക് മാത്രമേ മലയാളത്തിൻ്റെതായിട്ട് ഉപയോഗിക്കാൻ ആ മലയാളം പദങ്ങളെ ചേർത്ത് വെച്ചപ്പോൾ അവർക്ക് സാധിച്ചു. അപ്പോൾ സംസ്കൃതം മൃതഭാഷയാണോ?
ഇന്ന് ഇംഗ്ലീഷിലുള്ള ഭൂരിപക്ഷം ഭാഷകളും സംസ്കൃതത്തിൻ്റെ ധാതുവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എത്രയോ പദങ്ങളെ നമ്മൾ നോക്കിയാൽ അറിയാം. അതിൻ്റെ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭ്രാതൃ എന്ന് പറയുന്ന പദം, പിതൃ എന്ന് പറയുന്ന പദം. ഭ്രാതൃ എന്ന പദം ബ്രദർ എന്നായിട്ടാണ് ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ കാണുന്നത്. സംസ്കൃതത്തിലെ ഭ്രാതൃ എന്ന പദമാണ് ബ്രദറായത്. പിതൃ എന്ന പദമാണ് ഫാദറായത്. മാതൃ എന്ന പദമാണ് മദറായത്. കാലാന്തർ എന്ന് പറഞ്ഞ പദമാണ് കലണ്ടറായത്. ഇങ്ങനെ നൂറുകണക്കിന് പദങ്ങൾ എടുത്താൽ സംസ്കൃത ധാതുവിൽ നിന്നാണ് ലാറ്റിൻ ഉണ്ടായത്. ലാറ്റിനിൽ നിന്നാണ് ഗ്രീക്ക് ഭാഷ ഉണ്ടായത്. ഗ്രീക്കിൽ നിന്നാണ് ഇംഗ്ലീഷ് ഉണ്ടായിട്ടുള്ളത്. മലയാളം എന്ന് പറയുന്ന ഭാഷ തന്നെ ഏതാണ്ട് രൂപപ്പെട്ടത് 9-ാം നൂറ്റാണ്ടിലാണ്. 9-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട മലയാള ഭാഷയ്ക്ക് സാഹിത്യത്തിലേക്ക് വരുന്ന ആദ്യത്തെ കൃതി രാമചരിതം എന്ന് പറയുന്നതാണ്. രാമൻ്റെ കഥയെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാമനെയും അയോധ്യയെയും രാമായണത്തിനെയും സീതയെയും ഒക്കെ കേൾക്കുമ്പോൾ നെറ്റിച്ചുളിയുന്ന ആളുകൾ ചിന്തിക്കുക, കേരളത്തിൽ അറിയപ്പെടുന്ന കൃതികൾ മുഴുവൻ രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരുകൾ മുഴുവൻ, അത് ആണായാലും പെണ്ണായാലും, മുഴുവൻ രാമായണത്തിനെ ബന്ധപ്പെടുത്തിയോ മഹാഭാരതത്തിനെ ബന്ധപ്പെടുത്തിയോ കഥകളും കവിതകളും എഴുതിയവരാണ്. രാമചരിതം ഞാൻ പറഞ്ഞു, യുദ്ധകാന്ഡം മാത്രമുള്ള 11 ഭാഗങ്ങളായിട്ട് യുദ്ധകാന്ഡത്തെ വിവരിക്കുന്ന ഒരു കൃതിയാണ്. അതിനുശേഷം വന്നതാണ് അസമ്പൂർണ്ണ രാമായണമായിട്ട് കണ്ണശ്ശരാമായണം എന്ന് പറയുന്ന കൃതി. ആ കണ്ണശ്ശരാമായണത്തിലും ഈ രാമൻ്റെ കഥ തന്നെയാണ് പറയാനുള്ളത്. രാമായണം എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കുമല്ലോ. പിന്നെയുള്ളത് ചന്ദ്രവാളയം മുട്ടിപ്പാടുന്ന രാമകഥാപ്പാട്ട് എന്ന് പറയുന്ന ഒരു കൃതി. അതും രാമകഥാപ്പാട്ടാണ്, രാമൻ്റെ കഥയാണ്. ഇതൊക്കെ ഏതാണ്ട് 12, 13, 14 നൂറ്റാണ്ടുകളിൽ ഉണ്ടായതാണ്. ഈ അറിവുകൾ മുഴുവൻ വേദങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട അടിസ്ഥാന കാര്യം, ബ്രഹ്മാവാണ് രാമായണം ആദ്യമായിട്ട് ലോകത്തിനോട് പറയുന്നതെന്നാണ്. അതിന് 100 കോടി ഗ്രന്ഥമുണ്ട് എന്നാണ് പറയുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ തന്നെ ആദ്യ ഭാഗത്ത് രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, രാമായണം പുരാ വിരജിതം 100 കോടി ഗ്രന്ഥങ്ങളുണ്ട് ഇല്ലതി ഭൂമി തന്നിൽ എന്ന് പറയുന്നുണ്ട്. ഇന്ന് ആ 100 കോടി ഗ്രന്ഥങ്ങൾ ഭൂമിയിൽ ഇല്ല. ആ 100 കോടി ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്ന മഹത്തായ കാര്യത്തിനെ വളരെ ചുരുക്കിയിട്ടാണ് മഹാദേവൻ, അതായത് ശിവൻ, പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ ശിവനും പാർവതിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് രാമായണം പിന്നീട് വന്നിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെ കാലത്തിലേക്ക് എത്തുമ്പോഴേക്ക് കാളിദാസനെ പോലെയുള്ള കവികൾ പോലും രാമായണത്തിനെയും മഹാഭാരതത്തിനെയും അതിജീവിച്ചാണ് കവിതകൾ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കാളിദാസൻ സംസ്കൃത കവിയാണെങ്കിൽ ആ സംസ്കൃത കവിയെയും സംസ്കൃതത്തിലുള്ള രാമായണത്തെയും ഒക്കെ പഠിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ, വേദങ്ങളെയൊക്കെ പഠിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതുന്നത്. 15-ാം നൂറ്റാണ്ടിലാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്ന കൃതി ഉണ്ടാവുന്നത്. അതും അറിയപ്പെട്ട കൃതിയാണ്, നമ്മൾ പലരും വായിച്ചതായിരിക്കും. കൃഷ്ണഗാഥ ഭഗവാൻ കൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഭാഗവതത്തിലെ 10-ാം അധ്യായം എന്ന് പറയാം അല്ലേ, ദശമസ്കന്ധം, അതാണ് കൃഷ്ണഗാഥ. അപ്പോൾ കൃഷ്ണനെയും കൃഷ്ണൻ്റെ അവതാരങ്ങളെയും ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും കൃതി ഉണ്ടോ മലയാളത്തിൽ? ഇല്ല. എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടാണ്. 17, 18, 18ലേക്ക് എത്തുമ്പോഴേക്ക് പിന്നെ അറിയപ്പെടുന്ന ചില എഴുത്തുകാരുണ്ടാവുന്നുണ്ട്. പൂന്താനം എന്ന് പറയുന്ന കവി ജ്ഞാനപ്പാന എഴുതുന്നു, കേരളീയ കവി. അതേ കാലഘട്ടത്തിലാണ് മഹാഭാരതത്തിൻ്റെ കഥയെടുത്തുകൊണ്ട് നളചരിതം ഉണ്ടാവുന്നത്. നളചരിതം കിളിപ്പാട്ട്, ഉണ്ണായി വാര്യർ നളചരിതം കഥ ഉണ്ടാക്കുന്നു. അതുപോലെ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും കഥകൾ എടുത്തുകൊണ്ട് തന്നെ വേറെ ചെറിയ ചെറിയ കൃതികളുണ്ടായി. നമ്മൾ പുരാണങ്ങൾ എന്ന് പറയുന്നത്, പുരാണങ്ങളിൽ പലപ്പോഴും എഴുത്തുകാരുടെ ഭാവനയ്ക്കനുസരിച്ചുണ്ടാക്കിയതാണ്. നമ്മൾ മറന്നുപോകാതെ അറിയേണ്ടുന്നൊരു കാര്യം, ഭാരതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയാവുന്നത് വേദങ്ങളാണ്. വേദങ്ങളിൽ നിന്നാണ്
ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുരാണങ്ങളിലെ കഥകൾ പലപ്പോഴും ഭാവനയിൽ നിന്നുണ്ടായ കഥകളാണ്, ചരിത്ര സത്യങ്ങളല്ല, വസ്തുതകളല്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളോട് ചില ആളുകൾ ചോദിക്കും, പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എന്താ നിങ്ങൾ വിശ്വസിക്കും? പരശുരാമൻ കോടാലി എറിഞ്ഞിട്ട് ഒരു കേരളം ഉണ്ടാവുമോ? ഇതൊരാളുടെ ഭാവനയിൽ വെറുതെ എഴുതിയ കഥയാണ്. പരശുരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്, സമ്മതിച്ചു. പക്ഷേ വേദങ്ങളിലോ അല്ലെങ്കിൽ ഇതിഹാസ ഭാഗങ്ങളിലോ ഒന്നും പറയാത്ത ചില കാര്യങ്ങൾ പുരാണം എന്ന് പറഞ്ഞിട്ട് ചിലത് കൊണ്ടുവന്നു. ബ്രഹ്മാണ്ഡ പുരാണം, കേരള മാഹാത്മ്യം, കേരളോൽപത്തി, ഇങ്ങനെയുള്ള 3 ഗ്രന്ഥങ്ങളിലാണ് പരശുരാമൻ്റെ കഥ ഈ തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, മഹാഭാരതത്തിലെ ഒരു കഥയുമായി ബന്ധപ്പെട്ടതാണ് ഓണത്തിൻ്റെ കഥ അല്ലേ? ശരിക്കും ശ്രദ്ധിച്ചോളണേ. ഹിന്ദുക്കളെ നിങ്ങൾ വിഡ്ഢികളാണ് എന്നും അന്ധവിശ്വാസികളാണെന്നും പൊട്ടക്കഥകളാണ് പഠിക്കുന്നത് എന്നും നിങ്ങളോട് പറയും ഭാരതീയരോട്. അപ്പോൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ശ്രദ്ധിച്ചോളുക. ഒന്ന്, ഈ കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? മഹാബലി എവിടെ ഭരിച്ചു എന്നാണ് പറയുന്നത്? എവിടെ ഭരിച്ചു എന്നാണ് പറയുന്നത്? കേരളം ഭരിച്ചു. ഏത് ഗ്രന്ഥത്തിലാണുള്ളത് കേരളം ഭരിച്ചു? മഹാബലിയെക്കുറിച്ച് കഥയുണ്ട്. മഹാബലിയെക്കുറിച്ച് കഥയുള്ളത് മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലും അനുശാസന പർവ്വത്തിലുമാണ്. അവിടെയുള്ള മഹാബലി കേരളം ഭരിച്ചിട്ടില്ല. പിന്നെ ഏതോ മഹാബലിയാണ് കേരളം ഭരിച്ചത്? ലോകത്തിൽ ആദ്യമായിട്ട് മഹാബലിയെക്കുറിച്ച് കേൾക്കുന്നത്, ലോകം കേൾക്കുന്നത് മഹാഭാരതത്തിൽ നിന്നാണ്. അവിടെ ശാന്തി പർവ്വത്തിലും അനുശാസന പർവ്വത്തിലും മഹാബലിയുടെ കഥയുണ്ട്, വാമനാവതാരത്തിൻ്റെ കഥയുണ്ട്. മഹാബലി ഭരിച്ചിരുന്നത് മഹാഭാരതത്തിൽ പറയുന്നത്, അതേപോലെ ഭാഗവതത്തിലെ 9, 10 അധ്യായങ്ങൾ, നവമസ്കന്ധവും ദശമസ്കന്ധവും, ഇവിടെയും മഹാബലിയുടെയും വാമനൻ്റെയും കഥയുണ്ട്. ഈ 2 സ്ഥലങ്ങളിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് മഹാബലിയെക്കുറിച്ചും വാമനനെക്കുറിച്ചും പറയുന്നത്. അവിടെ പറയുന്നത് അസുര രാജാവായ മഹാബലി ഭരിച്ചത് ഇപ്പോൾ നാം പറയുന്ന ഗുജറാത്തിൽ കച്ച് പ്രദേശത്ത് നർമ്മദയുടെ തീരത്താണ് മഹാബലിയുടെ കൊട്ടാരവും രാജ്യവും നാടൊക്കെ ഉണ്ടായിരുന്നത്. ആരാ പിന്നെ അയാളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കഥയുണ്ടാക്കിയത്? കള്ളക്കഥയാണ്. എന്തിനാണെന്നറിയോ? നമുക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഭാരതീയർക്ക്, ഈ ഇരിക്കുന്ന നമുക്ക്. എന്താണെന്നറിയോ? നമ്മുടെ ഗ്രന്ഥങ്ങളൊന്നും വായിക്കില്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കും. നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ, നിങ്ങൾ നല്ല ആളുകളാണ്. ഞാൻ ഇന്നലെയും പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ നല്ല ആൾക്കാരാണ്. പക്ഷേ ഭാരതീയർക്കൊരു പ്രത്യേകതയുണ്ട്, അവനവൻ്റെ ഗ്രന്ഥം വായിക്കില്ല. വേറെ ആരെങ്കിലും പറയുകയാണ്, എടാ നിങ്ങളെ ദേവിക്ക് എന്താ 10 കയ്യോ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ അത് ശരിയാ, അതൊരു പൊട്ടത്തരല്ലേ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങൾ രാമൻ്റെ കൂടെ യുദ്ധം ചെയ്ത്, രാമനോട് യുദ്ധം ചെയ്തൊരു മനുഷ്യനുണ്ടല്ലോ, ഒരു രാക്ഷസൻ, എന്താ അദ്ദേഹത്തിൻ്റെ പേര്? എത്ര തലയാണ് അയാൾക്ക്? എവിടെയാ പറഞ്ഞത്? എവിടെയാ പറഞ്ഞത്? രാമായണത്തിൽ പറയുന്നില്ല. അവിടെ ശിരസിനെ കുറിച്ച്, അവയവത്തിനെ കുറിച്ച് പറയുന്നില്ല. രാവണന്റെ ബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ 10 തലയുള്ളവനാണവൻ എന്ന് പറയും അല്ലേ? ചില ആളുകളെ കുറിച്ച് പറയില്ലേ, അവൻ്റെ നാവിന് ഇത്ര നീട്ടാന്ന് അത് നോക്കിയിട്ട് പറഞ്ഞതാ അല്ല, അവൻ്റെ വർത്തമാനം കൊണ്ട് പറയണം അല്ലേ? ഓൻ്റെ എന്താ തലയ്ക്ക് ചുറ്റും നാവാന്ന് പറയും, തലയ്ക്ക് ചുറ്റും കണ്ണാണെന്ന് പറയും, ഒരു 4 കൈയാണെന്ന് പറയും, അങ്ങനെയൊക്കെ പറയാറില്ലേ? ഇതിനെ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ള ഒരു 10 40 വർഷം മുൻപ് അല്ലെങ്കിൽ 10 50 വർഷം മുൻപ് മലയാളത്തിൽ എഴുതിയൊരു പുസ്തകമുണ്ട്. ശീർഷാസനം എന്നാണ് അതിൻ്റെ പേര്. ആ പുസ്തകം എഴുതിയ പ്രൊഫസർ എം.എൻ. വിജയനാണ്. എം.എൻ. വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അന്ന് അദ്ദേഹം അത് എഴുതുന്ന സമയത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന ചില കോളേജുകളിലെ മലയാളം പ്രൊഫസറായിരുന്നു. പ്രത്യേകിച്ച്
നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ ബ്രണ്ണൻ കോളേജിലൊക്കെ മലയാളത്തിൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം എഴുതിയ ശീർഷാസനം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വൈലോപ്പിള്ളി എന്ന് പറയുന്ന കവിയെക്കുറിച്ച് പറയുകയാണ്. ശ്രദ്ധിച്ചോളണേ, നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടും, ഇപ്പോഴും കിട്ടും, നിങ്ങളിപ്പോൾ ഗൂഗിളിലടിച്ചാൽ കിട്ടും. വൈലോപ്പിള്ളിയുടെ കണ്ണ് തലയ്ക്ക് പിന്നിലും മൂക്കിന് താഴെയുമായിരുന്നു. അയ്യോ, നമ്മുടെ വൈലോപ്പിള്ളി എന്ന് പറയുന്ന കവിക്കോ അങ്ങനെ ഉണ്ടാവുമോ? എന്തായാലും അർത്ഥം പറയും, നിങ്ങൾ പറയും. ഒരു പുസ്തകത്തിൽ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുകയാണ്, വൈലോപ്പിള്ളിയുടെ കണ്ണ് തലയ്ക്ക് പിന്നിലും. അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? വൈലോപ്പിള്ളി എന്ന് പറയുന്ന കവിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അല്ലേ, അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർന്ന്. മാമ്പഴം എന്ന് പറയുന്ന കവിത എഴുതിയ ആളാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ശ്രീ എന്നറിയപ്പെടുന്ന ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിനെ കുറിച്ച് പ്രൊഫസർ എം എൻ വിജയൻ പറയാണ്, വൈലോപ്പിള്ളിയുടെ കണ്ണ് തലയ്ക്ക് പിന്നിലും മൂക്കിന് താഴെയുമായിരുന്നു. മോളിപ്പോൾ എത്രയില്ല? 4ലോ 1ലാണല്ലേ? 2ാം ക്ലാസ്സിലെ മോളെത്രയിലാണ്? 4. ആളെ മാറിപ്പില്ല. അപ്പം 4ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ ഇത് കേട്ടാൽ വിചാരിക്കും, അയ്യോ, നമ്മുടെ കേരളത്തിലൊരു കവി ഉണ്ടായിരുന്നു വൈലോപ്പിള്ളി, അയാളുടെ കണ്ണെവിടെയാണെന്നറിയോ? തലേൻ്റെ പുറകിലാ. തലേൻ്റെ പുറകിൽ മാത്രമല്ല, ഇതിന് നേരെയല്ല, മൂക്കിൻ്റെ താഴെയായിട്ട് വരും, ഏതാണ്ട് കഴുത്തിൻ്റെ അടുത്ത് വരും എന്ന് പറയില്ലേ? അത് വായിച്ചാൽ. പക്ഷെ അങ്ങനെ അവതരിപ്പിച്ചതിനാണെന്നറിയോ? വൈലോപ്പിള്ളി എപ്പോഴും നേരിട്ട് കാണാതെ വളഞ്ഞ വഴിയിൽ ഒരു പിന്നാമ്പുറ ദൃഷ്ടിയുള്ള ആളാണ്. സൈക്കോളജിക്കലാണത്. ചില ആളുകളുണ്ട്, നമ്മളെ നേരെ നോക്കൂല, നമ്മളങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ നോക്കും. ഹിന്ദി വ്യൂ എന്നൊക്കെയാണ് പറയുക. നേരെ നോക്കി വർത്താനം പറയില്ല, കള്ള സ്വഭാവം. വൈലോപ്പിള്ളി എല്ലാത്തിനെയും പഠിക്കുന്നത് നേരിട്ടല്ല, വളഞ്ഞ വഴിയിലൂടെയാണ്. അത് പറയാൻ വേണ്ടിയിട്ട് ഒരു സിംബോളിക്കലായിട്ട് അവതരിപ്പിച്ചതാണ് എം എൻ വിജയൻ സാറിൻ്റെ വൈലോപ്പിള്ളിയുടെ കണ്ണ് തലയ്ക്ക് പിന്നിലും മൂക്കിന് താഴെയുമായിരുന്നു. ഇത് സൈക്കോളജിയിലുള്ളൊരു കൺസെപ്റ്റാണ്. ആഡ്ലർ എന്നൊക്കെ പറയുന്ന സൈക്കോളജിസ്റ്റുകളുടെ, ബെൻ ജോൺസൺ എന്നൊക്കെ പറയുന്ന സൈക്കോളജിസ്റ്റുകളുടെ കൺസെപ്റ്റ് എടുത്തിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ, അത് മനസ്സിലാവണമെങ്കിൽ, ആ വാക്കിൻ്റെ ഉള്ളർത്ഥം മനസ്സിലാവണമെങ്കിൽ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവുമോ? ഇല്ല. 10ാം ക്ലാസ്സിൽ മനസ്സിലാവുമോ? ഇല്ല. പഠിച്ച് ഏതാണ്ട് ഡിഗ്രിയോ PG എടുക്കുമ്പോൾ മറ്റുള്ളവരത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം സൈക്കോളജിക്കലായിട്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സിംബോളിക്കൽ കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാവുക. അതുപോലെ ഒരു സിംബോളിക്കൽ കൺസെപ്റ്റാണ് രാമായണത്തിൽ രാവണന് 10 തലയുണ്ടെന്ന് പറയുന്നത്. നമ്മളങ്ങനെ പറഞ്ഞു കേട്ടില്ലേ പല ആളുകളെ കുറിച്ചും അല്ലേ? 10 ശങ്കുള്ളവനാണ്, 2 ശങ്കുള്ളവനാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? 2 ശങ്കുണ്ടോ? ഇല്ല. അത് വെറുതെ അങ്ങ് പറയാണ്. അപ്പം ഭാവനയിൽ നമ്മളങ്ങനെ പറയും. അപ്പം അതുപോലെയാണ് രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെയുള്ള ചില കഥാപാത്രങ്ങളെ കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പച്ചക്കളവ് പറയുന്നത് പോലെ ചില കഥകൾ പുരാണങ്ങളിലേക്ക് വന്നു. അതുകൊണ്ട് പുരാണങ്ങൾ ഭാരതീയരുടെ അടിസ്ഥാന ഗ്രന്ഥമല്ല. ഭാരതീയരുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്, 4 വേദങ്ങളാണ്. ആ 4 വേദങ്ങളെ മാറ്റേണ്ടി വന്നിട്ടില്ല, മാറ്റില്ല. വേദോ അഖിലമൂലധർമ്മ എന്നാണ് പറയുന്നത്. ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വേദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ധർമ്മം എന്താണ് എന്ന് കൃത്യമായിട്ട് പ്രവചിച്ചിരിക്കുന്ന ഗ്രന്ഥം. ഇന്നലെ ഞാൻ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ 4 കുറിച്ച്, ചതുർവിധ പുരുഷാർത്ഥത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദങ്ങളാണ്. അതുകൊണ്ടാണ് വേദമാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, അടിവേര് വേദങ്ങളാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാനുള്ള കാരണം. പക്ഷേ പുരാണങ്ങളിലേക്ക് വന്നപ്പോൾ ചില കഥകളൊക്കെ മാറി ഒഴുകി. അതുപോലെ കേരളത്തിൽ ആരോ ഉണ്ടാക്കിയ കഥയാണ് മഹാബലി കേരളം ഭരിച്ചിരുന്നു. മഹാബലി കേരളം ഭരിച്ചിട്ടേ ഇല്ല. ആ കഥ വ്യാസൻ നമ്മളോട് പറയുന്നത് കൃത്യമായിട്ടും മഹാബലി ഇന്നത്തെ എവിടെയാണ്? ഗുജറാത്തിൻ്റെ തീരത്ത് നർമ്മദയുടെ പ്രദേശത്തുള്ള രാജാവായിരുന്നു, അസുര ചക്രവർത്തി.
മഹാബലിയുടെ അച്ഛൻ്റെ പേര് എന്താണ്? പുരോചനൻ എന്നായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ആളായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അയാളുടെ അച്ഛൻ്റെ പേര് പ്രഹ്ലാദൻ എന്നായിരുന്നു. നല്ല ഭക്തനായിരുന്നു അല്ലേ? എവിടെയും ഈശ്വരനെ കാണുന്നവനായിരുന്നു. പ്രഹ്ലാദൻ്റെ അച്ഛൻ്റെ പേരെന്തായിരുന്നു? ഹിരണ്യൻ. അയാളുടെ സ്വഭാവം എന്തായിരുന്നു? മഹാദുഷ്ടനായിരുന്നു. എവിടെടാ ദൈവം, ദൈവം ഇതിൻ്റെ ഉള്ളിലാ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലേ, മദ്യപാനികളൊക്കെ ചോദിക്കുന്ന പോലെ എവിടെ പോട്ടത്തിൻ്റെ അടുത്താണോ ദൈവം, വിളക്കിൽ ദൈവമോ, എന്തെന്നായത് വേറെ പണിയില്ല എന്ന് ചോദിച്ചിട്ട് എടുത്ത് കടത്തിലേക്ക് എറിയുന്ന സ്വഭാവമൊക്കെ അല്ലേ. ഇതായിരുന്നു ഹിരണ്യൻ്റെ സ്വഭാവം. അപ്പോൾ ഒരേ താഴ്വഴിയിൽ അച്ഛൻ മക്കളായി വന്നതിൽ പല സ്വഭാവമുണ്ട്. പ്രഹ്ലാദൻ ഭക്തപ്രഹ്ലാദനാണ്, ഹിരണ്യൻ മഹാദുഷ്ടനാണ്. അങ്ങനെയാണല്ലോ പ്രഹ്ലാദൻ എൻ്റെ ഭഗവാൻ അല്ലേ, തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഹിരണ്യൻ ആ രാജാവ് എന്ത് ചെയ്തത്? വാളെടുത്ത് എന്നാ തൂണിലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആര് വന്നു? നരസിംഹമൂർത്തി ചാടി വന്നു. പ്രഹ്ലാദൻ കൈകൂപ്പി തൊഴുത് നാരായണ നാരായണ എന്ന് പറഞ്ഞു അല്ലേ. മനുഷ്യൻ്റെ ലക്ഷ്യം അങ്ങാണ്. മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങിലെത്തിച്ചേരാനാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു നാരായണൻ്റെ അർത്ഥം ഈശ്വരനിൽ ചേരാനാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പുരോചനൻ്റെ കാലമായി. പ്രഹ്ലാദൻ്റെ മകൻ പുരോചനൻ വലിയ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ താഴേക്ക് വന്നപ്പോൾ മഹാബലി ദാനശീലനായിരുന്നു, പക്ഷേ ധർമ്മിഷ്ഠനല്ല. ദാനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, മറ്റവൻ്റെ പിടിച്ചേർച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന നല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? നിങ്ങളടുത്ത് ഞാൻ പിടിച്ചു പറിക്കുന്നത് നാട്ടുകാരോട് പറയാം, ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ്. പക്ഷെ പാവത്തുങ്ങൾക്ക് അറിയില്ല നിങ്ങളത് കട്ടുകൊണ്ട് പോയതാണെന്നുള്ളത്. ഈ സ്വഭാവമായിരുന്നു ആരത്? മഹാബലിയുടെ. മഹാബലിയുടെ ഗുരു, അസുരഗുരു ആരായിരുന്നു? ശുക്രാചാര്യർ. ശുക്രാചാര്യർ പലതവണ പറയുന്നുണ്ട്, മോനെ നീ കുടുങ്ങും, നീ പെടും, നീ അവസാനം രക്ഷയില്ലാതെയാവും. അങ്ങനെ ഇയാൾ സ്വർഗം കീഴടക്കാൻ അല്ലേ, ഇന്ദ്രൻ്റെ ലോകം കീഴടക്കാൻ വേണ്ടിയിട്ടൊരു യാഗം നടത്തുകയാണ്. യാഗം നടത്തി കഴിഞ്ഞാൽ ദേവന്മാർ പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല. ആ യാഗശാലയിലേക്കാണ് ആര് വരുന്നത്? വാമനമൂർത്തി വരുന്നത്. വാമനമൂർത്തി വന്ന യാഗശാല കോഴിക്കോടല്ല, മലപ്പുറമല്ല, കാസർഗോഡല്ല, വയനാടല്ല, കണ്ണൂരല്ല അല്ലേ, 14 ജില്ലകൾ അടങ്ങുന്ന ഇന്നത്തെ കേരളത്തിൽ അല്ല. എവിടേക്കാണ് വന്നത്? നർമ്മദയുടെ തീരത്താണ്. മഹാഭാരതത്തിലും രാമായണത്തിലും ഭാഗവതത്തിലും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് ഇന്ദ്രൻ്റെ അമ്മ തന്നെ അതിഥി എന്നാണ് ഇന്ദ്രൻ്റെ അമ്മയുടെ പേര്. അതിഥി അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്. ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇപ്പം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, മഹാവിഷ്ണുവിനോട് പറയും, മൂപ്പരാണ് ടോപ്പ് മോസ്റ്റ് അല്ലേ, സുപ്രീം കോടതി. അപ്പോൾ അങ്ങനെ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, മഹാവിഷ്ണു നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു. മഹാവിഷ്ണു പരിഹരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് അപ്ലിക്കേഷൻ വാങ്ങിയിട്ട് അവിടെ മടക്കി വെക്കുകയല്ല ചെയ്യുക, സർക്കാർ ഓഫീസിലെ പോലെ. അത് പരിഹരിക്കപ്പെടും, സംശയമൊന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ, പരിഹരിക്കപ്പെടും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൂപ്പരടുത്ത വേഷം കിട്ടിയാണ്ട് ഇറങ്ങി. പാവം ഒരു ചെറിയ മനുഷ്യൻ അല്ലേ, അയാൾ പറഞ്ഞു എനിക്കൊരു 3 അടി മണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞു. ചെന്ന ഉടനെ തന്നെ മഹാബലി എന്ത് ചെയ്തു എന്നറിയോ? ഇയാളെ കാലൊക്കെ കഴുകി വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു, കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. നമ്മുടെ വീട്ടിലൊരാൾ വന്ന് അങ്ങനെയല്ലേ, ഇന്നത്തെ മാതിരി മോനെ ആരാ വിലടിക്കുന്നത് നോക്കും, വായിലെ കാണിച്ചാൽ അവിടെ സീരിയൽ കാണുന്ന സമയത്ത് മനുഷ്യന്മാർ കയറി വരാൻ കണ്ടത് എന്ന് പറഞ്ഞില്ല. നമ്മളെക്കാളല്ല, കേരളീയരേക്കാൾ നല്ല ആളാണ് ആര്? മഹാബലി. കുഴപ്പമൊന്നുമില്ല. അയാൾ വേഗം ചെന്ന് കാലൊക്കെ കഴുകി ചൊക്കെ തുടച്ച് റെഡിയാക്കി വേണ്ടതുപോലെയൊക്കെ ചെയ്തു. എന്ത് വേണം? യാഗശാലയാണെന്ന് പറഞ്ഞു. ഒരു സാധു ബ്രാഹ്മണൻ ഒരു കാവ്യം കൊണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എനിക്കൊന്നും വേണ്ട, ഒരു 3 അടി മണ്ണ്. 3 അടിയോ? സാധാരണ മനുഷ്യന്മാർക്ക് 6 അടിയല്ലേ വേണ്ടത്, എനിക്കും ആവും, ഈ ചെറിയ ആളാണല്ലോ, 3 അടി മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീ അളന്നെടുത്തോളൂ, 3 അടിയാണെങ്കിൽ ഞാൻ എടുത്തോ, എനിക്കിപ്പോൾ എന്താ ഇഷ്ടപോലെ ഉണ്ട്. അഹങ്കാരമാണ്. അപ്പം ഈ കാല് കഴുകാൻ വേണ്ടിയിട്ട് അല്ലേ പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. എന്താണ്? കിണ്ടിയിൽ വെള്ളം കൊണ്ട് വെച്ചിരുന്നു അല്ലേ. ഇന്നിപ്പോൾ കോളാമ്പി കിണ്ടി ഒരലെന്നൊക്കെ പറഞ്ഞ കുട്ടികൾ കഴിക്കുന്ന ചീത്ത അറിയാം അല്ലേ. കണ്ടിട്ടോ മോള് കിണ്ടിയും കോളാമ്പിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെ. അപ്പോൾ കിണ്ടിയിൽ വെള്ളം കൊണ്ട് വെച്ചത് കാലിലേക്ക് ഒഴിക്കാൻ നോക്കിയപ്പോൾ വെള്ളം പുറത്തേക്ക് വന്നില്ല. എന്തായിരുന്നു എന്ന് അറിയാം, സംഗതി കഥ അറിയാമല്ലോ. എന്താ?
ശുക്രാചാര്യർ ആ കിണ്ടീൻ്റെ വാലിനുള്ളിൽ കയറി. അപ്പോൾ ശുക്രാചാര്യ ഈ കിണ്ടിയിലെ വെള്ളം ഒഴിച്ച് ഇയാളെ സ്വീകരിച്ച് കഴിഞ്ഞാൽ അപകടമാണെന്ന് ശുക്രനറിയാം. ഗുരുവാണല്ലോ, ഈ ദുഷ്ടനാണ് മഹാബലിയെങ്കിൽ അയാളെന്ന് രക്ഷപ്പെടുത്തണ്ടേ എന്നുള്ളൊരു ധാരണ ഉണ്ടാവില്ല ഗുരുക്കന്മാർ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ എപ്പോഴും മക്കളെന്ത് ദുഷ്ടന്മാരായാലും എന്നുപോലെയാണ് നല്ല ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരെന്ത് ദുഷ്ടത കാണിച്ചാൽ എങ്ങനെയെങ്കിലും ഓനെയൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പ്രാർത്ഥിക്കുള്ളൂ അല്ലേ. ചില അമ്മമാർ പറയും എൻ്റെ കൈ അടിച്ചു പിടിച്ചൊന്നും നോക്കണ്ടോ, അവൻ്റെ പേര് കേസൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമൊന്നുമില്ല, ഓൻ അങ്ങനെയാണ് കള്ളുപിടിച്ച് വന്നാലും. അതുപോലെ ചെയ്തു. പക്ഷേ അന്നേരം ഒരു പുല്ല് പറിച്ചിട്ട് ഈ ചങ്ങാതി എന്ത് ചെയ്തു, കിണ്ടീൻ്റെ വാലിൻ്റെ ഉള്ളിൽ കുത്തി. അങ്ങനെയാണ് ശുക്രാചാര്യരുടെ ഇടത്തെ കണ്ണ് പൊട്ടി പോകുന്നത്. കണ്ണ് പൊട്ടിപ്പോയപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, ഇനി നിവൃത്തിയില്ല, നീ നശിച്ചു പോവുകയുള്ളൂ. ഉണ്ടായിരുന്ന കണ്ണും പൊട്ടിച്ചു. അങ്ങനെ പറഞ്ഞിട്ടും കേട്ടില്ല, അവസാനം കുത്തി കണ്ണും പൊട്ടിച്ചു. ആ ശാപവും കൂടെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ 3 അടിയും അളക്കാൻ തുടങ്ങി. ഒരടി അളന്നു, ഭൂമി മുഴുവൻ പോയി, സ്വർഗവും പാതാളമൊക്കെ പോയി. 14 ലോകങ്ങളാണുള്ളത്. എല്ലാം അങ്ങോട്ട് അളക്കാൻ തുടങ്ങിയില്ലേ. ഭൂഭൂർസ്വ എന്നും പറഞ്ഞിട്ട് ഭൂലോകം, ഭൂർലോകം, തപോലോകം, ജനലോകം, മഹർലോകം, അഹർലോകം, പാതാളം, അല്ലേ എന്നൊക്കെ പറഞ്ഞ് 14 ലോകങ്ങളുണ്ട്. എല്ലാം അങ്ങോട്ട് കയറി. ഇനിയിപ്പോൾ ഇങ്ങോട്ടാ 2 കാലടി കൊണ്ട് പലതും അളന്ന് തീർന്നുപോയി. അപ്പോൾ ഈ വാമനൻ ചോദിച്ചു, വാലില്ലാത്ത മനുഷ്യൻ വാമനൻ, ഞാൻ അടുത്ത കാലടി ഇങ്ങോട്ടാ വെക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ തലയിൽ വെച്ചോളൂ, അല്ലാണ്ട് നിർത്തില്ല. അങ്ങനെയാണ്. അല്ലാണ്ട് വാമനൻ ഇങ്ങനെ കാലെടുത്തിട്ട് കൊണ്ട് തലയിൽ വെക്കുകയല്ല. നമ്മളൊക്കെ ചിത്രത്തിൽ കണ്ടത് എന്താണെന്നറിയോ, വാമനൻ ചവിട്ടി താഴ്ത്തുന്നു പാതാളത്തിലേക്ക്. മഹാഭാരതത്തിലും ഭാഗവതത്തിലും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നില്ല, മറന്നു പോകരുത്, തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മളെ. 14 ലോകങ്ങളിൽ സുതലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്ന് പറഞ്ഞിട്ട് താഴേക്കുള്ള 7 ലോകങ്ങളുണ്ട്. ആ 7 ലോകങ്ങളിൽ സുതലത്തിലേക്കാണ് പറഞ്ഞു വിടുന്നത്. സുതലം സ്വർഗത്തേക്കാൾ മഹത്തായ ലോകമാണ്. എന്നിട്ട് പറയുകയാണ്, അടുത്ത ഒരു ജന്മത്തിൽ നീ ചാക്ഷുഷ മന്വന്തരം എന്ന് പറയുന്നൊരു മന്വന്തരത്തിൽ നീ വീണ്ടും രാജാവാകും. അന്ന് നീ എവിടുത്തെ രാജാവായിരിക്കും? നീ സ്വർഗത്തിൽ ഇന്ദ്രനായി ജനിക്കും. നിൻ്റെ അഹങ്കാരമെല്ലാം പോയി. നിൻ്റെ അഹങ്കാരത്തെ ഞാൻ വമിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അഹങ്കാരം വമിപ്പിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഭാഗവതത്തിലും മഹാഭാരതത്തിലും ആ മനുഷ്യന് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? വാമനൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. വമിപ്പിച്ചവൻ. എന്താ വമിപ്പിച്ചത്? അഹങ്കാരം. നമ്മളെ പഠിപ്പിച്ചതോ? മവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള കവിതയാണേ. ഇപ്പോൾ ഒരാൾ കവിത എഴുതി കൊടുത്തിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞു, വേണമെന്ന് പറഞ്ഞിട്ടില്ല, വേണ്ടാന്നും പറഞ്ഞിട്ടില്ല, എടുത്തോന്ന് അറിഞ്ഞില്ല, എടുക്കണമെന്ന് അറിഞ്ഞിട്ടില്ല. അവസാനം അയാളിപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറയാം, ഞാൻ 1000കണക്കിന് പാട്ടുകളും കവിതകളും എഴുതിയിട്ടുണ്ട്, അവസാനം എൻ്റെ ഇപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് ആരും പറയുന്നില്ല. അവസാനം പറഞ്ഞ് കൊള്ളില്ല എന്നും പറഞ്ഞു. ആളെ മനസ്സിലായില്ലേ? വാർത്ത വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഇതുപോലെ ചില ആളുകൾ കവിതകൾ എഴുതിയുണ്ടാക്കി കേരളീയരായി വായിക്കുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ. എന്നിട്ട് ഇപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? ഈ ഭാരതീയർ പോലും, കേരളത്തിലുള്ള ഭാരതീയർ എന്ന് പറയുന്ന ആളുകൾ പോലും ഓണം ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? ആരാന്നാ പറയുന്നത്? മറ്റേ ചങ്ങാതി പാതാളത്തുനിന്ന് വരും മൂടിയും മുന്തിച്ചിട്ട്. ആര്? മഹാബലി. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് സത്യത്തിൽ തിരുവോണം എന്ന് പറയുന്ന നാൾ, ചിങ്ങമാസത്തിലെ തിരുവോണം എന്താണ്? മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ ജന്മനക്ഷത്രമാണ്. അതാണ് ആഘോഷിക്കേണ്ടത്. അപ്പം നമ്മൾ ആരുടെ വേഷമാണ് കുട്ടികളെ കെട്ടിക്കേണ്ടത്? വാമനൻ്റെ വേഷമാണ്. ധർമ്മം നിലനിർത്താൻ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അല്ലേ? എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നത് അർജുന, അല്ലേ, അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മത്തിന് വളർച്ചയുണ്ടാവുന്നത്, തദാത്മാനം സൃജാമ്യഹം, അപ്പോൾ ഞാൻ ആത്മാവ് കൊണ്ട് ജനിക്കും. ചിലപ്പോൾ നീയായിട്ട് ജനിക്കും, ചിലപ്പോൾ മറ്റേ ആളായിട്ട് ജനിക്കും, വേറെ ആളായിട്ട്. പരിത്രാണായ സാധൂനാം, സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്.
നല്ലവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഭയവും വേണ്ട നമുക്ക്. നന്മ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ഈശ്വരൻ വരും എന്ന് ഈശ്വരൻ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് ഗീതയിൽ. വിനാശായ ദുഷ്കൃതാം, ദുഷ്ടന്മാരെ, ദുഷ്കൃത്യം ചെയ്യുന്നവരെ നശിപ്പിക്കാൻ, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ, സംഭവാമി യുഗേ യുഗേ. ഓരോ മഹാന്മാർ അവതരിച്ചതെന്തിനെന്നറിയോ? മഹാത്മാഗാന്ധി ഉൾപ്പെടെ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് ഭാരതത്തിൽ എണ്ണിയാൽ തീരാത്ത മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ ഓരോ കാലഘട്ടത്തിൽ അവതരിച്ചതെന്തിനാണെന്നറിയോ? ശങ്കരാചാര്യര് 108 ദുർഗാലയങ്ങളും ശിവാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചു. നടന്ന് പോയി. 32 വർഷക്കാലമേ ജീവിച്ചുള്ളൂ. അദ്ദേഹം വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഭാരതത്തിൽ മഹാക്ഷേത്രങ്ങൾ ഉണ്ടായത്. ശാസ്ത്രത്തിനോട് ചോദിക്കൂ, ഇന്നത്തതുപോലെയുള്ള ഒരു ശാസ്ത്രവുമില്ല, ഒരു ശാസ്ത്രവും വളർന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. ഭാരതീയർക്ക് ശാസ്ത്രവും അറിയില്ല, അന്ധവിശ്വാസമാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ ഭാരതത്തിലുള്ള മഹാക്ഷേത്രങ്ങൾ, ശിവക്ഷേത്രങ്ങൾ മുഴുവൻ ഒരൊറ്റ നേർരേഖയിലാണ്, ഒരു ലാറ്റിറ്റ്യൂഡിലാണ്. എങ്ങനെയത് കണ്ടുപിടിച്ചത്? അന്ന് ഡ്രോൺ ഉണ്ടായിരുന്നോ? വിമാനം ഉണ്ടായിരുന്നോ? ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നോ? മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കിയതാ? അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സന്യാസി ശ്രേഷ്ഠന്മാർക്ക്, നമ്മുടെ പിതൃപിതാമഹന്മാർക്ക്, നമ്മുടെ മാതൃമാതാമഹികൾക്ക് ധ്യാനത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ ചിത്രവും ലഭിച്ചിരുന്നു. എല്ലാ ജീവികളെക്കുറിച്ചും മനസ്സിലാക്കിയിരുന്നു, അവർ പഠിച്ചിരുന്നു. ഓരോ ചെടിയെക്കുറിച്ചും ഓരോ കല്ലിനെക്കുറിച്ചും പഠിച്ചിരുന്നു. സഹസ്രയോഗം എന്ന് പറയുന്നൊരു ആയുർവേദത്തിലെ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥമെടുത്ത് മറിച്ച് നോക്കിയാൽ ആയിരക്കണക്കായ ചെടികളെക്കുറിച്ച് പറയുന്നു, വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു, കല്ലിനെക്കുറിച്ച്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കല്ലുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പാവം മനുഷ്യൻ ഒരു ദിവസം ട്രെയിനിലിരുന്നിട്ട് ഒരു പുസ്തകം വായിക്കുക. ഞാനിങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ ആയുർവേദത്തിൽ ഒരു പുസ്തകമാണ്. ഞാനിങ്ങനെ നോക്കി. കുറച്ച് കഴിഞ്ഞ് അയാളത് അവിടെ വെച്ചു. ഞാൻ ചോദിച്ചു, ഞാനെടുത്ത് വായിച്ചു നോട്ടേന്ന് പറഞ്ഞു. ഞാനെടുത്ത് വായിച്ചു നോക്കി. കുറേ നേരം കഴിഞ്ഞ് ഞാനത് അവിടെ വെച്ചപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ജോലിയെന്ന് ചോദിച്ചു. ഡോക്ടറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, ഞാനൊരു സാധാരണ സ്കൂളിലെ ഒരു പാവം മനുഷ്യൻ, അധ്യാപകനാണ്. പിന്നെ ഇതെന്താ ഒരു ബന്ധമെന്ന്? ഞാൻ പറഞ്ഞു, ആയുർവേദമല്ലേ, അപ്പോൾ നോക്കിയതാന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ആയുർവേദത്തിൽ PhD എടുക്കുകയാണ്. അല്ലെ, ഡോക്ടറായി കഴിഞ്ഞു, ഇനി ഡോക്ടറേറ്റ് എടുക്കുകയാണ്, 4 വർഷത്തെ റിസർച്ചിൽ. അതിനുവേണ്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇന്നലെ എങ്ങാണ്ട് നിങ്ങളോട് ചോദിച്ചില്ല, നിലമ്പരണ്ട കണ്ടാൽ അറിയോ? അതുപോലെ ചില മരുന്നുകളെക്കുറിച്ച് അയാൾ എന്നോട് ചോദിച്ചു, ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ, അതെ, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. PhD എടുക്കുകയാണ് അയാൾ. ആടലോടകം കണ്ടാൽ അറിഞ്ഞുകൂടാ, മുഞ്ഞ കണ്ടാൽ അറിഞ്ഞുകൂടാ, കുമിഴ് കണ്ടാൽ അറിഞ്ഞുകൂടാ. കുറേ ചെടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ചിലതിൻ്റെ ചിത്രമുണ്ട്. ഞാൻ പറഞ്ഞു, ഈ നമുക്കൊക്കെ പരിചിതമായ ചില ചെടികളുണ്ട്, നിങ്ങൾക്കതിൻ്റെ പേരറിയുമോ അറിയില്ല. റെയിൽവേയിൽ ഇങ്ങനെ കാണുന്നൊരു ചെടിയുണ്ട്, റെയിലിൻ്റെ സൈഡിലൂടെ. ഏതാ ചെടി? പൊട്ടിച്ച പാലിങ്ങനെ ഒഴുകി, ചെറിയ കായ ഉണ്ടാവും, ഒരു ചുവപ്പ് വല്ല മഞ്ഞയല്ലാത്ത പൂവുണ്ടാവും, ചിലത് നീലപ്പൂവുണ്ടാവും. 2 സൈസ് ചെടി റെയിലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? എരുക്ക് എന്ന് പറയും അല്ലേ? ഇങ്ങനെ വട്ടത്തിലുള്ളൊരു ഇല. അതിൻ്റെ അടിവശത്ത് മോൾ വശത്തൊക്കെ ഒരു വൈറ്റ് കളർ കുറച്ച് ഇങ്ങനെ വാരി പൂശിയിട്ടുണ്ടാവും. പച്ച ഇലേൻ്റെ മുകളിലൊരു വെള്ള കളറായിട്ട് ഇങ്ങനെ ഒരു കുമ്പളങ്ങയുടെ കളർ പോലെ അല്ലേ പൂശിയിട്ടുണ്ടാവും. ഒരു സിൽവർ കോട്ടിങ് ഉണ്ടാവും. അതുപോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പിന്നെ ഇങ്ങനെ കൊത്തുകൊത്തുള്ളൊരു ഇലയുണ്ടല്ലോ, നമ്മുടെ ഈ ചണ്ടിക്കുപ്പകളൊക്കെയുള്ള സ്ഥലത്തുണ്ടാവുന്ന, വലുതായി പോയി ഏതാണ്ട് ഈ പന്തിൻ്റെ അത്രയൊക്കെ എത്തും. കണ്ടിട്ടുണ്ടോ? ആവണക്ക് എന്ന് പറയും. ആവണക്ക് കണ്ടിട്ടുണ്ടോ? ആ, നമ്മൾ ഈ മഞ്ഞപ്പിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 പ്രധാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലി എന്ന് പറയുന്ന ചെടി കുട്ടികൾക്ക് അറിയുമെന്നറിയില്ല, മുതിർന്ന ആളുകൾക്കറിയാം. അതിൻ്റെ ഇലയുടെ കീഴെ ഒരു 6 നെല്ലിക്ക പോലെയുള്ള സാധനം ഉണ്ടാവും. ദാറ്റ് ഈസ് കീഴാറ് നെല്ലി. ചെറിയ ചെറിയ മണികളായിട്ടിരിക്കുന്നതാണ്. അതിൽ പാൽ നിറമുള്ള, അതായത് പൊതുവെ നല്ല ഡാർക്ക് ഗ്രീൻ അല്ലാതെ
ബ്ലൂവും ഗ്രീനും ചേരാത്ത നല്ല പച്ചയും വെള്ളയും ചേർന്ന കീഴാറുണ്ട്, ഇനി അതാ നല്ലത്. അതരച്ച് 21 ദിവസം മഞ്ഞപ്പിത്തം അറിഞ്ഞാൽ ഉടനെ കൊടുത്തു വേണം. 21 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം പോകും, ഉറപ്പുള്ള സംഗതിയാണ്. വേറെ പോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസിൽ മരുന്നില്ല മഞ്ഞപ്പിത്തത്തിന്. രണ്ടാമത്തത് പൂവാങ്കുറുന്നില എന്ന് പറയുന്ന ദശപുഷ്പത്തിൽപ്പെടുന്നൊരു സാധനമുണ്ട്. പൂവാങ്കുറുന്നില കണ്ടിട്ടില്ലേ? ചെറിയ നീലപ്പൂവായിട്ട് അല്ലേ? ദശപുഷ്പത്തിൽ മൊയൽച്ചെവിയൻ്റെ അതേ സൈസുള്ള പൂവ്. ഇപ്പം മൊയൽച്ചെവിയൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മോരോ ഒഴിക്കട്ടെ എന്ന് വെച്ചില്ലായിരുന്നു പണ്ട്. കണ്ണ് കാണാത്ത ഒരാളോട് അയാൾ അപ്പത്തി വെച്ച് മോരോ എന്താ മോരെന്ന് വെച്ച്, ഈ വെളുത്ത വെള്ള കളറായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വെള്ള കളർ എന്താണെന്ന് വെച്ചും പറഞ്ഞു, വെള്ള കളർ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചേനെ കണ്ടിട്ടില്ലേ വയലിൽ എന്ന് വെച്ചു. കൊച്ചയാണ് ആ കൊച്ചേനെ കൊടുകാൾ പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. കൊടുകാൾ ഞാനിപ്പോൾ കൊണ്ട് എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞു. അടുക്കളയിൽ നിന്ന് കൊടുകാൾ കൊണ്ട് കാണിച്ചു കൊടുത്തു. അതിൽ ഞാൻ തൊട്ട് തൊട്ടി കൈ കുറിച്ചാൽ പറഞ്ഞാൽ അന്ന് എനിക്ക് മോര് വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ ഏത് ചെടിയിലെത്തുമെന്ന് അറിയില്ല, നിൽക്കില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഈ പൂവാങ്കുറുന്തില അരച്ച് കൊടുക്കുക. അത് അധികം സ്ട്രോങ് ഇല്ലാത്തതാണ്, അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് നിൽക്കില്ല. നല്ല സ്ട്രോങ്ങുള്ള സാധനം ഈ ആവണക്കിനില, മാറിപ്പോകുന്ന സാധനം കിട്ടും. ഇങ്ങനെ വിരൽ പോലെ ഇങ്ങനെ നിൽക്കും. ആവണക്കിൻ്റെ ഇല, അതിൻ്റെ തണ്ടു ഈ പറഞ്ഞതുപോലെ ഒരു സിൽവർ കോട്ടിങ് ഉണ്ടാവും. ആവണക്കിൻ്റെ ഇല മൂത്തത്, പഴുക്കരുത് ഇളയതുമാകരുത്, മൂത്ത ഇല നന്നായിട്ട് അരച്ചിട്ട് ഒരു നെല്ലിക്കയുടെ ഒരു കോട്ടിയുടെ വലിപ്പത്തിലാക്കിയിട്ട് ഒരു ചവർപ്പായിരിക്കുന്നു. ഒന്നുകിൽ ചോറിൻ്റെ ഉരുളേൻ്റെ ഉള്ളിലാക്കുക, അല്ലെങ്കിൽ അവിടെ വിഴുങ്ങുക. ഒരു 7 ദിവസമോ 12 ദിവസമോ കഴിയുമ്പോൾ മഞ്ഞപ്പിത്തം പോയ വഴി കാണില്ല. ഈ ജീവികളൊക്കെ ഇങ്ങനെയുള്ള സാധനം തന്നെ. ഈ പശു ആയാലും എന്തെങ്കിലും ഒരു ചെറിയ അസുഖമുണ്ട്, പശു എന്ത് ചെയ്യില്ല, ഭക്ഷണം കഴിക്കില്ല. സെലക്റ്റായിട്ടുള്ള ചില ഇലകളെ തിന്നുള്ളൂ, ചില പുല്ലേ തിന്നുള്ളൂ. പൂച്ച കണ്ടിട്ടില്ലേ, അതിന് വയറുവേദന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സെലക്റ്റായിട്ട് അത് മൂപ്പരൊക്കെ ആയുർവേദം പഠിച്ചതാണ്. പൂച്ചയും പശുവൊക്കെ മനുഷ്യന് കറിഞ്ഞൂടാ. ഈ ആയുർവേദം ഉൾപ്പെടെയുള്ള മഹാഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. ഋഗ്വേദത്തിലും അഥർവവേദത്തിലുമാണ് ആയുർവേദത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതൊക്കെ ധ്യാനത്തിലൂടെ കണ്ടെത്തിയതാണ് നമ്മുടെ സന്യാസിവര്യന്മാർ. അതുകൊണ്ടാണ് വേദത്തിൽ ഒരു മാറ്റവും വരുത്തണ്ട എന്ന് പറയുന്നത്. ഈ അറിവ്, വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. വിദ് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വേദം എന്ന പദം ഉണ്ടാകുന്നത്. വിദ് ജ്ഞാനേ, അറിവ് എന്ന് അർത്ഥം. അറിവ് നേടാൻ 2 വഴിയുണ്ടെന്നാണ് നമ്മുടെ ആചാര്യൻ പറയുന്നത്. ദ്വേ വിദ്യേ വേദിതവ്യേ, അറിവായിട്ട് 2 എണ്ണമുണ്ട്, അറിയേണ്ടതായിട്ട് 2 എണ്ണമുണ്ട്. പരാവിദ്യ, അപരാച എന്ന് പറയുന്നു. ഒന്ന് പരാവിദ്യയാണ്. പരാവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പരാവിദ്യ നമ്മൾ ജീവിക്കുമ്പോൾ ഒക്കെ പരാപരേ പരമസൗഖ്യകരേ സുരാണാം പ്രാണാൻ ലോകഭവനേ ഭുവനൈകനാഥ് ചോരാദി സർവസമനേഷു ജീവേന്ദ്രിയാണാം മൂകാംബികയെ തവപദാംബുജമാശ്രയം. മൂകാംബിക സ്തോത്രമാലയാണ്. അപ്പോൾ പരാശക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കാണാൻ പറ്റാത്തതും എന്നാൽ ശക്തിയായി നിൽക്കുന്നതുമായ ഒരു എനർജി. പരാവിദ്യ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, ആ അറിവ് നേടണം. ഈശ്വരീയം, സ്പിരിച്വൽ നോളജ്. അപരാവിദ്യ, ഭൗതികമായ അറിവ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ നോളജ്. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കണം. കാണാത്ത പ്രപഞ്ചത്തിലെ നിങ്ങളുടെ കണ്ണുകൾക്കോ ചെവികൾക്കോ ഒന്നും അറിയാത്തതിനെ കുറിച്ച് അതെങ്ങനെ പഠിക്കും? ധ്യാനത്തിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ. സ്വപ്നങ്ങളിലൂടെ ചിലർക്ക് നേടാൻ പറ്റും. സ്വപ്നങ്ങളിലൂടെ നേടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി. കൃത്യമായിട്ട് മലയാളികൾക്കൊരു ചൊല്ലുണ്ടല്ലോ, സ്വപ്നം ചിലർക്ക് ചില കാലമൊത്തിടുന്നു. അതിൻ്റെ അർത്ഥം സ്വപ്നം യാഥാർത്ഥ്യമാണ്. നിങ്ങൾ സ്വപ്നം കാണാതെ ഉറങ്ങാൻ പരിശീലിച്ചാൽ, എപ്പോഴെങ്കിലും സ്വപ്നം അറിയാതെ കണ്ടാൽ അത് കൃത്യമായിട്ട് ഫലിക്കും. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഉദാഹരണം ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കും. പലർക്കും അനുഭവം ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് വേറെ ആളുടെ കയ്യിൽ കൊടുക്കുക. ആ ഡയറി തുറന്നു നോക്കണ്ടാവുക, ഈ ഡയറി നീ കൊണ്ടുവച്ചു. അങ്ങനെ നിങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവും. അല്ലാണ്ട് നിങ്ങൾ ഇന്നൊരു സ്വപ്നം കണ്ടു, 4 ദിവസം കഴിയുമ്പോൾ ഭൂമി ഉലുക്കം ഉണ്ടായി, വീട്ടിൽ പറയാം ഞാൻ മിഞ്ഞാന്ന് ഭൂമി ഉരുങ്ങുന്ന സ്വപ്നം അല്ലേ, ഈ കുറേ ഇങ്ങനെ വടായി പറയുന്നത് നമ്മൾ. അതുകൊണ്ട് ഉണ്ടായതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല.
ഇതെന്ന് പറയുന്നത് ചില ആളുകൾ പറയും പൊട്ടിക്കണ്ണാണ്, കരിനാവാണെന്നൊക്കെ പറയുന്നില്ലേ, അതല്ല ഇതിൻ്റെ സംഗതി. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ മനസ്സിലാവും എന്നുള്ളത്. നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണം പറയാം, അത് നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴാണെന്നറിയാം. എപ്പോഴായിരിക്കും ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം നിങ്ങൾക്ക് സത്യമാണെന്ന് മനസ്സിലാവും എപ്പോഴാണെന്നറിയാം? എപ്പോഴാണ്? മരണത്തിൻ്റെ തൊട്ട് മുൻപ് നിങ്ങൾ കൃത്യമായിട്ടറിയും മരിക്കാൻ പോവാണെന്ന്. അത് എന്ത് അസുഖം വന്നാലും ശരി, സ്വാഭാവിക മരണമായാലും ശരി, എന്തായാലും ശരി, മരണത്തിൻ്റെ തൊട്ട് മുൻപ് നിങ്ങൾ ശരീരത്തിൽ നിന്ന് വേറിട്ട് പോവുകയാണ് എന്ന് സ്വയം മനസ്സിലാവും. പൂർണ്ണമായിട്ടും വേറിട്ട് പോവില്ല. ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ച് സാമാന്യ മനുഷ്യർ നമ്മളെ എടുത്ത് നിലത്ത് കിടത്തി അടുത്ത പരിപാടികളൊക്കെ തുടങ്ങാൻ സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. എന്നാണെങ്കിൽ മൊബൈലിൽ വിളിച്ചു പറയും, ആ മാഷ് പോയി കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, മുപ്പരെ പ്രഭാഷണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അടിപ്പെടുത്തി വിട്ട് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങുമല്ലോ. ഇതൊക്കെ ഞാൻ അറിയും, നിങ്ങളും അറിയും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള 10 പ്രാണൻ്റെ അംശങ്ങളുണ്ട്. വ്യാനൻ, ഉദാനൻ, സമാനൻ, അപാനൻ, പ്രാണൻ. 5 എണ്ണമാണ് മുഖ്യ പ്രാണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ധനസ്യൻ, കൃകലൻ, കൂർമൻ, നാഗൻ എന്നൊക്കെ പറഞ്ഞ് 5 എണ്ണം വേറെയുണ്ട്, ഉപപ്രാണങ്ങൾ. ഈ 10 പ്രാണങ്ങളും പൂർണ്ണമായിട്ട് പോകണം. അതൊരു 6 മണിക്കൂർ 8 മണിക്കൂർ കഴിയും. ധനജ്ഞൻ എന്ന് പറയുന്ന പ്രാണൻ്റെ അംശം, ഉപപ്രാണൻ്റെ അംശം നമ്മുടെ പൂർണ്ണമായ ശരീരമാണെങ്കിൽ, 18 വയസ്സിന് മുകളിലേക്കുള്ള ശരീരമാണെങ്കിൽ കത്തിച്ച് കളഞ്ഞാൽ മാത്രമേ പോകുള്ളൂ. അതുകൊണ്ടാണ് കത്തിക്കണം എന്ന് പറയുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ആൾ മരിച്ചാൽ എന്ത് ചെയ്യണം? കത്തിക്കണം, അഗ്നിശുദ്ധി വരുത്തണം. ആ പ്രാണൻ പോകുന്നത് വരെ ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ വരെ നമ്മളിൽ ആത്മൻ്റെ പ്രാണൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അവയവങ്ങൾ വേറെ ആൾക്ക് കൊടുക്കാം. വലിയ പ്രായമൊന്നും ആയിട്ടില്ലാത്ത ആളുടെ കണ്ണ് കൊടുക്കാം, അല്ലേ? ഹൃദയം കൊടുക്കാം, കിഡ്നി കൊടുക്കാം. കാരണം ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പ്രാണനോട് ചേരും, വറക്കവിടാവും. 8 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അപ്പോൾ ഉടനെ കൊണ്ടുപോകും. എടുത്ത ഉടനെ ഇങ്ങനെ പറന്നു പോകുന്ന സിനിമയിലും അല്ലാതെ ഒറിജിനലായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടില്ല. അടുത്ത കാലത്തൊക്കെ 10-25 വർഷം മുമ്പ് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു, അല്ലേ? പക്ഷെ ഭാരതീയർ പണ്ടേ പറഞ്ഞു 6 മണിക്കൂർ 8 മണിക്കൂർ വരെ നമ്മുടെ പ്രാണൻ്റെ അംശങ്ങൾ പോയിട്ടുണ്ടാവില്ല. അപ്പം സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ മരിച്ചു എന്ന് തീരുമാനിച്ചാൽ, ഞാനിന്ന് 10 മണിക്ക് രാത്രി മരിച്ചു എന്ന് തീരുമാനിച്ചാൽ അതിന് ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ചലനശേഷി ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളല്ല എന്നെ കാണാൻ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളോരോന്ന് അയാളെ കുഴിച്ചിട്ടാൽ പോരാ, കുഴിച്ചെടുത്ത് പിന്നെ മാതിരി പിന്നും കുഴിച്ചിരുന്നു, അയാൾ എന്തെല്ലാം വന്ന് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പല ബന്ധുക്കളും വരാത്തൊക്കെ ഞാൻ അച്ഛൻ അതിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നു. അവൻ വരില്ല, അല്ലെങ്കിൽ ദുഷ്ടനാ, ഇന്നെ ചത്താലും കാണാൻ വരില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കാനേ പറ്റുള്ളൂ. ചലനങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം പ്രാണൻ്റെ കുറേ അംശങ്ങൾ വിട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എപ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. അപ്പോൾ ആലോചിച്ചാൽ മതി. മഴ പറഞ്ഞ ശരിയല്ല, അപ്പോൾ ഒരു നിവൃത്തിയില്ല. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേദങ്ങളിൽ, ഉപനിഷത്തുകളിൽ, ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് നമ്മളെ ഗ്രന്ഥങ്ങളിൽ. ഈ ശാസ്ത്രം കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ശാസ്ത്രമാണിത്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ ഭാരതത്തിൽ, ഇങ്ങനെയുള്ള സംസ്കാരമുള്ള ഭാരതം ഇന്ന് പല വെല്ലുവിളികളെ നേരിടുന്നു. 1 വ്യക്തിതലത്തിലാണ്, 2 കുടുംബതലത്തിലാണ്, 3 സമൂഹ തലത്തിലാണ് നമ്മുടെ ഭാരതീയർ നേരിടുന്ന വെല്ലുവിളികൾ. വ്യക്തിതലത്തിലുള്ള വെല്ലുവിളികളിൽ പലതും ഉണ്ട് കേട്ടോ, പറഞ്ഞാൽ തീരില്ല. നമ്മുടെ വെല്ലുവിളികളിൽ നമ്മുടെ ജീവനുമായിട്ട്, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വെല്ലുവിളികളുണ്ട്. അതിൽ രോഗം വരുന്നുണ്ട്, അപകടങ്ങൾ വരുന്നുണ്ട്, മരണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വഹത്യ, ആത്മഹത്യ എന്ന് പറയുന്നതിലും നല്ലത്. ആത്മാവിനെ ഹതിക്കാൻ പറ്റില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്തിയാപോ ന ശോഷയതി മാരുത എന്ന് ഭഗവത്ഗീത പറയും. അതായത്
നമ്മുടെ ആത്മാവിനെ മുറിച്ച് കളയാൻ പറ്റില്ല, കത്തിച്ച് കളയാൻ പറ്റില്ല, ഉണക്കിക്കളയാനോ വരട്ടിക്കളയാനോ ഒന്നും പറ്റില്ല. കാറ്റോ തീയോ കത്തിയോ ആയുധങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ആത്മാവ് കുടികൊള്ളുന്ന ശരീരത്തിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവുന്നു. ഒന്ന് രോഗമാണ്. എങ്ങനെയാണ് രോഗം ഉണ്ടാവുന്നത്? ഇന്നലെ ചില സൂചനകൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, നമ്മുടെ ജീവിതക്രമത്തിലൂടെ വലിയ വെല്ലുവിളികൾ, പ്രത്യേകിച്ച് കേരളീയർ നേരിടുന്ന, ഭാരതീയർ നേരിടുന്ന വെല്ലുവിളിയിലൊന്ന് ഭാരതീയ സംസ്കൃതിക്കനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ഭാരതീയ സംസ്കൃതിയിലുള്ള ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന്, ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുക, പൂർണ്ണമായിട്ട് ശുദ്ധി വരിക, ഒരു മെഡിറ്റേഷൻ പരിശീലിക്കുക, എന്നതിന് ശേഷം കർമ്മം ചെയ്യുക, സ്വസ്ഥരായിട്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. നാലാമത്തെയോ അഞ്ചാമത്തെയോ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഈ ഇടക്കാലത്തുണ്ടായിരുന്നു കേരളത്തിലെ ആൾക്കാർക്ക്, ബുദ്ധിജീവികൾക്ക്, വിദ്യാഭ്യാസം കൂടിയ ആളുകൾക്കൊരു സ്വഭാവം, കിടക്ക് നീണീറ്റ് കഴിഞ്ഞാൽ ഓട്ടഞ്ഞ ഒരു കാപ്പി കൂടി. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ബെഡ് കോഫി. ഇപ്പം അങ്ങനെ ആരും കുടിക്കില്ല അല്ലേ? പൂർണ്ണമായിട്ട് ശുദ്ധിയായതിന് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവുള്ളൂ. അങ്ങനെ കാപ്പിയും ചായയും കുടിക്കുകയും ചെയ്യരുത്. സത്യത്തിൽ ഇത് ബിസിനസ്സിന് വേണ്ടിയിട്ട് പാശ്ചാത്യർ കൊണ്ട് ഇറക്കിയിട്ടുള്ള സാധനമാണ് അല്ലേ? ഈ കോഫി എന്ന് പറയുന്ന സാധനം അടങ്ങിയിരിക്കുന്ന ഈ കാപ്പി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളിവിടെയും കുടിക്കുന്നുണ്ടല്ലോ അല്ലേ? അത് എവിടുന്ന് ഇറക്കുമതി ചെയ്തതെന്നറിയോ? ബ്രസീലിൻ്റെ സാധനം. ഇംഗ്ലണ്ടിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ സ്വത്താണ് ചായ, തേയില. പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന് ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഇവിടെയുള്ള നല്ല നല്ല മരങ്ങൾ മൊത്തം മുറിച്ച് കളഞ്ഞു. കുരുമുളക് മുതൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെടികളൊക്കെ നശിപ്പിച്ചു. എന്നിട്ട് മൊത്തം എന്തെങ്കിലും ചെയ്തു, കുന്നിൻപുറങ്ങളിലൊക്കെ മനോഹരമായിട്ട് തേയിലത്തോട്ടങ്ങളിൽ കാണാൻ നല്ല രസമാണ്. കേരളീയർ ഭൂരിപക്ഷവും ഇന്ന് അവരുടെ കാശിൻ്റെ ഭൂരിഭാഗവും ആർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു? ആ ബ്രിട്ടീഷുകാരന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലാവുമോ? കേരളം എന്ന് പറയുന്നത് ഇങ്ങനെ പാവയ്ക്ക പോലെയുള്ള, കോവയ്ക്ക പോലെയുള്ള ചെറിയ സ്ഥലമല്ലേ? ഇങ്ങനെ വരച്ചാൽ ചെറിയൊരു സ്ഥലമല്ലേ? ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ അകത്ത് കാൽഭാഗത്തിലധികം സ്ഥലങ്ങൾ ഇപ്പോഴും പഴയ എഗ്രിമെൻ്റ് പ്രകാരം പല കമ്പനികളുടെയും വിദേശ കമ്പനികളുടെ കയ്യിലാണ്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ കേരളമാണ്. അല്ല, അവിടെയൊക്കെയുള്ള എസ്റ്റേറ്റുകൾ വിദേശ കമ്പനികളാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് നമ്മൾ കാശ് കൊടുക്കുന്നത്. ഉയരം കൂടുന്തോറും രുചി ഏറും. ഏതാ തേയിലാന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ ഉയരവും കൂടും, അവരുടെ വലിപ്പവും കൂടും, നമ്മളെ ഉള്ള ഉയരം കുറയും, നമ്മൾ ചുരുങ്ങി ചുരുങ്ങി പോവുകയും ചെയ്യും. പറ്റുമെങ്കിൽ ചായയും കാപ്പി ഒഴിവാക്കുക. കുടിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ എന്ത് കുടിക്കുന്നേ? ചിലവർ കള്ളുടിയന്മാർ ചോദിക്കുന്നത്, പിന്നെ ഞാനെന്താ കുടിക്കുക? ഈ മദ്യമൊക്കെ കഴിക്കുന്ന ആളുകളെയൊക്കെ മാറ്റാൻ ഭയങ്കര പാടെന്ന് പറഞ്ഞ പോലത്തെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ ചായയും കാപ്പിയും ഒഴിവാക്കാൻ കേട്ടോ. ഒരു സ്ഥലത്ത് ഈ മദ്യപാനികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇരുത്തിയിട്ട് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ വന്ന് ഇങ്ങനെ പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ട് പറയണം, മദ്യം കുറേ പറഞ്ഞ് 2 ഗ്ലാസ്സുകൾ എടുത്തു. ഒരു ഗ്ലാസ്സിൽ ചാരായം ഒഴിച്ചു, മറ്റേ ഗ്ലാസ്സിൽ പച്ചവെള്ളം ഒഴിച്ചു. കണ്ടല്ലോ, ചാരായത്തിനകത്ത് അവിടെ നിന്ന് ഞാൻ നേരത്തെ പിടിച്ചുകൊണ്ട് വന്ന ഈ കുറച്ച് നാഞ്ഞൂലുകൾ ഇല്ലേ, മണ്ണിരയിടുന്നു. പച്ചവെള്ളത്തിനകത്ത് കുറച്ച് മണ്ണിരയിടുന്നു. ഒരു 2 മിനിറ്റ് നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ, എന്ത് സംഭവിക്കും? ചാരായത്തിനകത്തുള്ള മണ്ണിരകൾ എന്താവും? പിടച്ച് ചത്തുപോകും. എന്ത് മനസ്സിലായി? ഒരു കള്ളുകൂടിയെ എണീറ്റിട്ട് പറഞ്ഞു, ചാരായം കുടിച്ച വയറ്റിലുള്ള കൃമികളൊക്കെ നശിക്കും. പിന്നെ നമ്മളെങ്ങനെ മാറ്റും? അവിടെയും അവൻ്റെ പോസിറ്റീവ് പറയുകയാണ്, നമ്മൾ നെഗറ്റീവ് അടിച്ചു. ഡോക്ടർ പറഞ്ഞ് പരിപാടി നിർത്തി. അയാൾ പെട്ടിയും കട്ടവും മടക്കി പോയി. എത്ര പറഞ്ഞാലും നമ്മൾ നന്നാവില്ല. കേരളീയർ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇത് മാത്രമൊന്നുമല്ല ലൈഫ് സ്റ്റൈൽ ഉള്ളത് കേട്ടോ. മുട്ടുവേദനയും തലവേദനയും ഒക്കെ ലൈഫ് സ്റ്റൈലാണ്. യോഗ ചെയ്യാൻ പറഞ്ഞാൽ ഒരു ടീച്ചറുടെ ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനറ്റനാണ്.
യാദൃശ്ചികമായിട്ടൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇയാളെ പരിചയമുള്ളതാണ്. വർത്താനൊക്കെ പറഞ്ഞു, എന്തേ അപ്പോൾ വൈഫ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ബലിന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചവിടെ. അയച്ചാൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ ചെറിയൊരു കാലുവേദന ഒക്കെ ആണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ വെറുതെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, ദിവസത്തിൽ ഒരു 5 മിനിറ്റ് നേരം യോഗ ചെയ്താൽ മതി. പക്ഷേ ദിവസം 5 മിനിറ്റ് നേരം സമയം കിട്ടില്ല, പക്ഷേ കൊല്ലത്തിൽ ഒരു 3 മാസം വന്നിട്ട് ഇങ്ങനെ മലന്ന് കിടക്കാൻ സമയം കിട്ടും. അതുകൊണ്ട് ലക്ഷ്യമാണ്. ദിവസത്തിൽ ഒരു 5 മിനിറ്റ് നേരം യോഗ ചെയ്യാൻ പറ്റുമോ, വ്യായാമം ചെയ്യാൻ പറ്റുമോ? നമ്മളെന്താ പറയാൻ നേരം സമയം കിട്ടിയിട്ട് വേണ്ടേ? അമ്മമാർ പറയും ഞാനിപ്പോൾ ഈ അടുക്കളയിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയം നേരെ അങ്ങ് നടക്കുകയാണെങ്കിൽ അപ്പോൾ ഉഗാണ്ടയിലെത്തിയിട്ടുണ്ടാവുമായിരുന്നു, അറിയാം നമുക്ക്. ആ വർത്തമാനം പറയുന്നു, യോഗ ചെയ്യുന്നു, വ്യായാമം ഇനി വേണേൽ പോയി ചെയ്തോന്ന് പറയും. നിങ്ങളല്ല, നിങ്ങൾ നല്ല ആൾക്കാർ, സത്യം പറയും, നിങ്ങൾ നല്ല ആൾക്കാർ. അല്ലാണ്ട് നിങ്ങൾ പിന്നെ ഇന്നലെ കേട്ടു ഞാൻ കേട്ടില്ല, ഇന്നും വന്ന് ഒത്തിരി കേൾക്കണമെങ്കിൽ നിങ്ങൾ നല്ല ആൾക്കാരാവുണ്ട് അല്ലേ? ആ പണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കോഴിക്കോട് തന്നെ ഒരു പാവം നല്ലൊരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു അല്ലേ? അവിടെ പൂവാട്ടുപറമ്പ് ഭാഗത്തായിരുന്നു, അയാൾ പേരൊന്നും പറയുന്നില്ല, ഇപ്പം ഇല്ല, നല്ല മനുഷ്യൻ. അയാൾ പ്രഭാഷണം നടത്തി അവസാനം എല്ലാവരും എണീറ്റ് പോയി, ഒരാൾ മാത്രം ബാക്കിയാണ്. അപ്പം മോനെ ഞാൻ ഒരു കാര്യം, എന്താ നീ എണീറ്റ് പോകാൻ, ബാക്കി എല്ലാവരും പോയല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു സ്വാമി കുത്തിരിഞ്ഞിട്ട് പ്രഭാഷണം നടത്തുന്ന പുതിയ ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ടോ, അത് തിരിച്ചു കൊടുക്കണം, അതൊന്നും കിട്ടിയാൽ എനിക്ക് പോയില്ല, ബാക്കിയുള്ളവരൊക്കെ പോയി നിർത്തിയാലാ പ്രഭാഷണം നടത്തിയാൽ അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നില്ല അങ്ങനെ ഈ തൊള്ളു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തിയാലാന്ന് വിചാരിക്കണ്ടോ? എനിക്കറിയില്ല. ചിലവരിങ്ങനെ വിചാരിക്കും അതുകൊണ്ട് എന്തോ ഒരു വേദന, മനുഷ്യൻ്റെ പ്രഭാഷണത്തിൽ തീരുന്നില്ല, ഉണ്ടയോ എന്തോ ഇന്നലെ എന്തായിരുന്നു സമൂസ അല്ലേ, മറ്റേ ലഡു അത് കൊണ്ട് വരുന്നുമില്ല മറ്റേ ആൾ, അത് കൊണ്ടുപോകാൻ തന്നെ ഇയാളങ്ങ് നിർത്തി, അതിട്ട് കൊണ്ടുപോയിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നില്ല, നിർത്തി ശാന്തി മന്ത്രം ചൊല്ലുന്ന കൃത്യം കുട്ടിയൊക്കെ അറിയാം കേട്ടോ. ശാന്തി മന്ത്രം ചൊല്ലുമ്പോൾ അങ്ങനെ ഡ്ന്ന് പറഞ്ഞു വരുന്ന കുട്ടി ഒരു ശാന്തി മന്ത്രം പഠിച്ചിട്ടുണ്ട്. മോശ ശാന്തി മന്ത്രം തുടങ്ങി, വാടാ ഒരു കാപ്പി ഉണ്ടേ വാങ്ങിട്ട് പോയി. നമ്മളെ അപകടം അവിടെയാണ്. നമ്മുടെ ക്ഷേത്രം, നമ്മുടെ വീട്ടിലെ വിളക്ക്, ഇതൊക്കെ നമ്മൾ മറന്നു എന്നുള്ളത് നമ്മുടെ ആന്തരിക വെല്ലുവിളിയാണ്. നമ്മുടെ വീട്ടിൽ എഴുന്നേൽക്കുന്നില്ല, നമ്മളെ വീട് മുറ്റവും പരിസരവും ശുചിയാക്കണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സൂര്യൻ വരുന്നതിന് മുൻപ്, നല്ല കാറ്റടിക്കുന്നതിന് മുൻപ് ആ ഇളം തെന്നൽ ഇങ്ങനെ നിലനിൽക്കും, വലിയ കാറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കണം. എന്നിട്ട് കുളിയും കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിക്കുമ്പോഴേക്ക് ബാക്കിയുള്ളവർ ഉണരാവുള്ളൂ. ആ വിളക്ക് കാണണം രാവിലെ. അല്ലാതെ വീട്ടിലുള്ളവർ പണിക്ക് പോകുന്ന സമയത്ത് ചൂല് അടിച്ചിട്ട് തിന്തകത്തോ അന്നേരമാണ് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു നീ ചൂല് പണി വെച്ചിട്ടൊക്കെ ഒന്നൊക്കെ മാറിയിരിക്കും. ചൂല് കണ്ടാൽ തന്നെ അസരി. എന്താണെന്നറിയോ, കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പോകുന്നവൻ്റെ മുന്നിൽ ചൂലുകൊണ്ട് അടിച്ചു വാരി എങ്ങനെ ഉണ്ടാകുമ്പോൾ കുളിച്ചതിന് വല്ല കാര്യം ഉണ്ടാവുമോ? അത്രയേ ഉള്ളൂ അതിൻ്റെ സയൻസ്. അപ്പം അതുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപേ അടിച്ചു വാരി. മോളെ പേരെന്താ? 4ാം ക്ലാസ്സുകാരി. ആ വൈഷ്ണവ്, നല്ല പേരാണ്. അടിച്ചു വരാൻ അറിയോ? ചൂല് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അടിച്ചു വരാൻ പഠിക്കണം കേട്ടോ. ആ രാവിലെ എഴുന്നേറ്റ് അടിച്ചു വരണം. അമ്മമാർക്കൊക്കെ സഹായിക്കണം പെൺകുട്ടികൾ, അച്ഛന്മാർക്കൊക്കെ സഹായിക്കണം ആൺകുട്ടികൾ. ഞായറാഴ്ചയാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ് കിടന്നുറങ്ങിക്കാളെ. ആ ആൺകുട്ടികൾക്കും അമ്മമാരെ സഹായിക്കണം അല്ല ആൺകുട്ടി. പിന്നെ എത്രയാ നമ്മളെ വീട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചില്ലേ 2 കൂടുതൽ കുട്ടികളുടെ കാര്യം ഉണ്ടോ എന്നുള്ളത്. 2 കൂടുതൽ കുട്ടികളിൽ ഒരു കുട്ടിയുള്ളൂ, ആൺകുട്ടിയുമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ആൺകുട്ടികൾ സഹായിക്കണ്ടേ? ആണ് പെണ്ണൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും എല്ലാ ജോലികളും ചെയ്യാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള അതിരൊന്നും ഭാരതീയർ പണ്ടേ പറഞ്ഞിട്ടില്ല. വേദങ്ങളൊക്കെ പഠിച്ച ഗാർഗിയെക്കുറിച്ചും ബ്രഹ്മവാദിനി ഉപനിഷത് ദേവി എന്നൊക്കെയാണ് ഗാർഗിയെക്കുറിച്ച് പറയാം. അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷേ ഇടക്കാലത്താണ്, പാശ്ചാത്യരാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നത്. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത നാടായിരുന്നു ഭാരതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ആന്തരികമായ വെല്ലുവിളിയാണ്. നമ്മൾ ശുദ്ധരായതിന് ശേഷമാണോ ഭക്ഷണം കഴിക്കുന്നത്? ഇല്ല എങ്കിൽ രോഗങ്ങൾ അതിലൂടെയാണ് കയറി വരുന്നത്. നമ്മുടെ പാത്രം മാത്രം ശുദ്ധമായിട്ട് കാര്യം, നമ്മുടെ കൈയും ശുദ്ധമായിരിക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയും കഴിഞ്ഞ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ നമുക്ക് മനസ്സ്
ശാന്തമായിരിക്കും, കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഇതെല്ലാം നമ്മൾ മറന്നു. വീടുകളിൽ നാമജപങ്ങളില്ല. പണ്ടൊക്കെ നല്ല പശുവിൻ്റെ അല്ലേ, ആർട്ടിഫിഷ്യൽ പശുവല്ല, നല്ല പശു, നാടൻ പശുവിൻ്റെ ചാണകം കലക്കിയിട്ട് കുടയുമായിരുന്നു. ഇടക്കാലത്ത് ആൾക്കാർ പറഞ്ഞു ചാണകങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ശാസ്ത്രത്തിനോട് ചോദിച്ചാൽ അറിയാം, ശുദ്ധമായ പശുവിൻ ചാണകം എന്ന് പറയുന്നത് രോഗാണുക്കളെല്ലാം മാറ്റി നിർത്തുന്നതാണ്. ഇന്ന് നമ്മൾ പല സാധനങ്ങളും ഇട്ടിട്ടില്ലേ, വീടിൻ്റെ അകത്തൊക്കെ ടൈൽസ് പോലെയുള്ള പലതും ഉണ്ടല്ലോ, പല പേരുകളിൽ അറിയപ്പെടുന്നത്. അതിൽ കുറേ നേരം ചവിട്ടി നിന്നാലെന്താവും? വാദം വരും. ചാണകത്തിൽ ചവിട്ടിയാൽ വാദം വരില്ല. സാധാരണ നല്ല മണ്ണിൽ ചവിട്ടിയാൽ വാദം വരില്ല. ഇന്ന് ഡോക്ടർമാർ പറയാൻ തുടങ്ങി, നിങ്ങൾ ചെരുപ്പൊക്കെ അടിച്ച് മാറ്റിയിട്ട് അത്യാവശ്യം കല്ലൊക്കെ ഉള്ള സ്ഥലത്തൂടെ നടക്ക്, കാലിൻ്റെ അടിയിലൊക്കെ കൊള്ളട്ടെ. കാലിൻ്റെ അടിയിൽ ഇങ്ങനെ കല്ല് കൊള്ളുന്നതിന് പകരം ഇങ്ങനെ കൂർമ്പ് കൊള്ളുന്ന ചെരുപ്പ് കിട്ടാൻ്റെ ഇപ്പം അത് ഇട്ടാലും മതി എന്നാണ് പറയുന്നത് നമ്മളോട്. നമ്മൾ കല്ലുള്ള സ്ഥലം നോക്കി പോകാൻ പറ്റുമല്ലോ. പിന്നെ കേരളത്തിലെ റോഡുകൾ നല്ലതാണ് കേട്ടോ, അതിൽ കൂടെ നടന്നാൽ മതി. ഏതാണ്ട് കല്ലും കുഴിയും കുണ്ടും ഒക്കെ ആയിട്ട് കിടക്കുന്നതിനെ കൊണ്ട് അല്ലേ. വൈകുണ്ഠം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ബാലുശ്ശേരിയിൽ, എപ്പോൾ ആ വഴി കുണ്ട് നിറഞ്ഞതായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കണ്ടിട്ടാണോ വേറിട്ടെന്ന് ചോദിച്ചു. വഴി കുണ്ട് നിറഞ്ഞതാണ്, വൈകുണ്ഠം. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതാണ് ക്ഷേത്രത്തിൽ വന്നാൽ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചെരുപ്പുകളൊക്കെ അഴിച്ച് ദൂരെ വെക്കുന്നു. ഒന്ന്, ആ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തൂടെ ഇട്ട് അളിഞ്ഞു വന്നതായിരിക്കും. അത് നമ്മൾ അതിനകത്തേക്ക് കയറ്റരുത്. ഈ ക്ഷേത്രം ഗ്രാമക്ഷേത്രമാണ്, നമ്മുടെ നാടിൻ്റെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം വളരേണ്ടത് ഇത്തരത്തിലുള്ള നന്മകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പുനഃപ്രതിഷ്ഠാ മഹോത്സവമോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെങ്കിലും ഉത്സവം നടക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. വെറും പ്രാർത്ഥിക്കാനല്ല, എല്ലാ വീടുകളുമൊക്കെ സമ്പർക്കം ചെയ്ത് എല്ലാവരെയും വരുത്തുക. ഞാൻ പറഞ്ഞില്ല, അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമൊന്നുമില്ല, എല്ലാവരെയും വരുത്തുക. നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് ശുദ്ധിയോടുകൂടി നല്ല മനസ്സോടുകൂടി വരുന്ന ആർക്കും ഭാരതീയ ക്ഷേത്രത്തിൽ വരാം. ഈ ആന്തരിക വെല്ലുവിളിയിൽ രോഗം പോലെയാണ് സ്വഹത്യ എന്ന് പറഞ്ഞ സാധനം. ആത്മഹത്യ എന്നാണ് നമ്മൾ പൊതുവേ പറയാം. എന്താ ആത്മഹത്യ ഉണ്ടാവാൻ കാരണം? എന്താ കാരണം? ഒരാൾ വിഷം കുടിച്ച് മരിക്കുന്നു, അല്ലെ തൂങ്ങി മരിക്കുന്നു, അല്ലെങ്കിൽ വണ്ടിക്ക് ചാടി, അങ്ങനെയൊക്കെയാണല്ലോ ആത്മഹത്യ എന്ന് പറയുന്നത്. എന്താ കാര്യം? അതൊക്കെ ഒരു രസം തോന്നിയ അങ്ങനെയാണ്. അതിലെന്തൊക്കെ കാരണം ഉണ്ടാകും പറഞ്ഞോളൂല്ലേ. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, കുടുംബ പ്രശ്നങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും. ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മളാരും വിചാരിച്ചിട്ടില്ല, നമ്മളാരും ജനിച്ചത്. നമ്മൾ ഉത്തരം പറയാം. നമ്മളാരും വിചാരിച്ചിട്ടല്ല നമ്മൾ ജനിച്ചത്. പ്രകൃതിയാണ് ചിന്തിക്കുന്നത്, പ്രപഞ്ചമാണ്, ഈശ്വരനാണ് ചിന്തിക്കുന്നത്. ഇന്ന ആൾ ഇന്ന രീതിയിൽ, ഇന്ന രൂപത്തിൽ, ഇന്ന ഭാവത്തിൽ, ഇന്ന സ്വഭാവത്തിൽ, ഇന്ന സ്ഥലത്ത്, ഇന്ന അച്ഛൻ്റെ ഇന്ന അമ്മയുടെ മകനായിട്ട് ഇന്ന സ്ഥലത്ത് വരണം. അത് തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിലെ മഹത്തായ രണ്ടാമത്തെ സംഗതി നടക്കുന്നത്. ജീവിതത്തിൽ രണ്ട് മഹത്തായ മുഹൂർത്തങ്ങളാണുള്ളത്. ഒന്ന് ജനനവും, മറ്റൊന്ന് ഞാൻ ജനിച്ചത് ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ പെട്ടെന്ന് ചത്തൊടുങ്ങാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള തോന്നൽ. അവരാണ് മഹാന്മാരായി മാറിയത്. ലോകത്തിൽ ഏത് മഹാന്മാരെ വേണേൽ പഠിച്ചോളൂ. കേരളത്തിൽ തന്നെ ധാരാളമുണ്ട്. ശ്രീനാരായണ ഗുരുദേവരെ പോലെ, അയ്യങ്കാളിയെ പോലെ, ചട്ടമ്പി സ്വാമിയെ പോലെ, ശങ്കരാചാര്യരെ പോലെ. ഭാരതത്തിൽ പറഞ്ഞാൽ തീരില്ല. വിവേകാനന്ദനും ശ്രീ രാമകൃഷ്ണ പരമഹംസരും തുടങ്ങിയിട്ട് അങ്ങോളം ഇങ്ങോളം എത്രയോ കിടക്കുകയാണ്. ഇവരെയൊക്കെ പഠിച്ചാൽ അവരൊന്നും ആത്മഹത്യ ചെയ്തില്ല. ഇന്ന് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഗണത്തിൽ പെടുന്ന ആളുകൾ ആരാണ്? ഭാരതീയർ എന്ന് പറയുന്ന ആളാണോ? വിദേശ മതങ്ങളിൽ പെടുന്ന ആളുകളാണോ കൂടുതൽ? പറഞ്ഞോളൂ. ക്ഷേത്രവിശ്വാസികളായിട്ട് ഭാരതീയരാണെന്ന് പറയുന്ന ആളുകളാണ് അല്ലേ? നിങ്ങൾ എവിടെ ആത്മഹത്യയുടെ വിഷയം കേട്ടു നോക്കൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് വേറെ ആർക്കും ഇല്ലേ?
കുടുംബപരമായിട്ടുള്ള പ്രശ്നം വേറെ ആർക്കും ഇല്ലേ? മൈക്ക് ഓഫാക്കിയിട്ട് വേണമെങ്കിൽ പറയാം. നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നൊരു വർഗത്തിനെ കേട്ടിട്ടില്ലേ? ആരാത്? ആത്മവിമർശനാ സത്യം അല്ലേ? അവനവനെ വിമർശിച്ചുകൊണ്ട് വിളിച്ച് പറയുന്നതാണ് ശരിയായ സത്യം എന്ന് പറയാറുണ്ട് ഉപനിഷത്തിൽ. ആത്മവിമർശന സത്യം. നമ്മൾ മനുഷ്യരെക്കാട്ടും താഴേക്ക് പോയി ചിന്തയിൽ. ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾ വേറെ ആരും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളാണ് കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. വേറെ ഒന്നിനും നമുക്ക് കാശില്ല. ഇതിനൊക്കെ നമുക്ക് കാശുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കാനും മദ്യത്തിനൊക്കെ കാശുണ്ട്. ദാരിദ്ര്യം എന്ന് പറയുകയും ചെയ്യും. ആ മഹാരോഗമൊക്കെ വന്ന് ലോകം മുഴുവൻ വായ അടച്ചു കെട്ടി അല്ലേ? ലിഫ്റ്റ് കിട്ടുമൊന്നും കാണാത്ത അവസ്ഥയിലാക്കി. യുവതിമാരൊക്കെ ഇങ്ങനെ ലിഫ്റ്റ് കടിച്ചിട്ട് നടക്കുകയായിരുന്നു. അതൊന്നും കാണാണ്ടായിരുന്നു. ലിഫ്റ്റിക്കിന് വില കുറഞ്ഞു. അങ്ങനെയായ സമയത്തും പിറ്റേത്തെ ഓണം വന്ന് എത്രയാണ് കുടിച്ചത് നമ്മൾ? അന്നും നമ്മൾ കുടിച്ചു 285 കോടിയുടെ മദ്യം. അപ്പം നമ്മളെടുത്ത് കരാഗ്രേ വസതേ ലക്ഷ്മി ഇല്ലാഞ്ഞിട്ടാണോ? ലക്ഷ്മി കയ്യിൻ്റെ അറ്റത്തല്ലേ ഇരിക്കുന്നത്? ഇങ്ങനെയല്ലേ എണ്ണുക? ഇല്ലാഞ്ഞിട്ടാണോ? ഇതൊക്കെ കുടിക്കാൻ വേണ്ടി വെച്ചതാണ്. ഏറ്റവും കൂടുതൽ മദ്യപിച്ച് അസുഖം വന്നിരിക്കുന്ന ആളുകൾ നമ്മളാണ്. ശരിയായ ഭക്തിയില്ലാതെ ദുരാചാരവും അനാചാരവും അന്ധവിശ്വാസവും കൂടുതലുണ്ട് നമ്മുടെ ഇടയിൽ. ജാതിയുണ്ട്, മറ്റുള്ളവർക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു പെണ്ണെ കെട്ടിയിട്ടില്ല. അതാ മൈക്ക് ഓഫാക്കാന്ന് പറഞ്ഞാൽ നേരത്തെ 1.5 കുട്ടികളേ ഉള്ളൂ, 2 തികഞ്ഞിട്ടില്ല. എന്നിട്ട് നീങ്ങോട്ട് കാല് വെച്ച് അന്ന് തുടങ്ങിയതാണ് നാശം എന്നും പറഞ്ഞ് കെട്ടിയവൻ അങ്ങോട്ടും നിങ്ങളുടെ തലയിൽ എന്ന് കെട്ടി വെച്ചോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ നാശം. എന്നെ ആരെല്ലാം വന്ന് നോക്കിയത്? കലക്ടർ നോക്കിയിരുന്നു, മറ്റേ ഇയാൾ പ്രസിഡന്റ് വന്ന് നോക്കിയതാണ്, പിന്നെ IG നോക്കിയതാണ്, DIG നോക്കിയതാണ്. അന്നേരം മക്കൾ ഇങ്ങനെ അമ്മേനെപ്പോഴാണ് DIG ഓർമ്മ ചെയ്യല്ലോ. അപ്പം അമ്മ അറിയാം നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 12 കൊല്ലമായി. അന്നേരം ചെറിയോൻ പറഞ്ഞെന്താണെന്നറിയോ? അമ്മ 12 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ എന്നെ കാണാൻ തുടങ്ങി. ഞാൻ ജനിച്ച അന്ന് മുതൽ അമ്മേനെ കാണാൻ തുടങ്ങി. ദിലീപിനെ അതോ പിന്നെ പറയുന്നത് ഞാൻ കട്ടതാ. അപ്പോൾ ഇതൊക്കെ ഞാൻ കട്ടതാവട്ടെ, ഇതൊന്നും എൻ്റെ തന്നെ. ആരോ പറയുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറയും. തമ്മിലടി അച്ഛനും മക്കളും. ഏറ്റവും കൂടുതൽ എവിടെയാണ് കലഹമുള്ളത്? ഭാര്യയും ഭർത്താവും കൂടി അമ്പലത്തിൽ വരുമോ? ഇയാളെ പോയി ഞാനല്ല, എന്നാൽ ഞാൻ എന്നാൽ ഞാൻ പോകാം. ഇതാദ്യം നമ്മൾ വിചാരിച്ചാൽ മതി. അയൽക്കാർ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇല്ലേ പണ്ടാര പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം ആണുങ്ങൾ പറയുന്ന പെണ്ണുങ്ങൾ കേൾക്കും, 2ാമത്തെ ദിവസം പെണ്ണുങ്ങൾ പറയുന്ന ആണുങ്ങൾ കേൾക്കും, 3ാമത്തെ ദിവസം ആണുങ്ങൾ പെണ്ണുങ്ങൾ കൂടി പറയുന്ന ആട്ടുകാർ കേൾക്കുന്നു. ആരും ഇടപെടില്ല. ഓലെന്തെങ്കിലും ആയിക്കോട്ടെപ്പാന്ന് പറയും. ബഹളമാണ്, മരണം കൂടുന്നു. നിങ്ങളിങ്ങനെ എടുത്തു നോക്കൂ. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് സാമ്പത്തിക പ്രശ്നം പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്ത് അച്ഛനും മക്കളും എല്ലാം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു, കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആരിലാണുള്ളത് നോക്കുക. ഇത് മാറാൻ ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ഞാൻ എന്തിന് ജനിച്ചു എന്ന് ചിന്തിക്കുക. ഇന്ന് വീട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ കെട്ടിയൊരു മക്കളൊന്നും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളൊന്നും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അച്ഛനെന്താ പറ്റിയത്? ഏത് ചങ്ങായി അവിടെ വന്ന് പ്രസംഗിച്ചത്? എന്തോ പിടിച്ച് താല്പര്യം. അല്ല അച്ഛാ നിങ്ങൾക്ക് എന്താ പറ്റല്ല? ഞാൻ മോനെ ഞാനെന്തിന് ജനിച്ചു എന്നാല്. ശരി, 65 വയസ്സായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നു. ഞങ്ങൾ മുമ്പേ ആലോചിച്ചതാണ്. അമ്മമാർ വീട്ടിൽ പോയിരുന്ന് കുത്തിനെ ആലോചിക്കരുത്. അപ്പം തന്നെ ആലോചിക്കാൻ തുടങ്ങി. ഞാനെന്തിനാ ജനിച്ചത്? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പെണ്ണ് കെട്ടിയ കഥയെ ഞാൻ പറഞ്ഞു. 3 കെട്ടിയ കോയേനെ എനിക്കറിയാം. എൻ്റെ നല്ല കൂട്ടുകാരനാണ്.
12 കുട്ടികളുണ്ട്. ഒന്ന് അതിലൂടെ പോകുമ്പോൾ നമ്മൾ ഓനല്ല എപ്പുറത്തോടി പോയി നേരത്തെ മറ്റവനോട് അതതിൻ്റെ വേറെയാണ് അങ്ങോട്ട് പോയത്. ഒരേ മാതിരിയുള്ള കുട്ടികളുണ്ട്, ഒരു പ്രശ്നമില്ല. ഒന്ന് കാപ്പീൻ്റെ മൂട്ടിലാണ്, മറ്റേ വാഴേൻ്റെ ചൂട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നത് 3 ഭാര്യമാരുമായിട്ട്. മനസ്സിലായില്ലേ? പണ്ടൊരാൾ പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ, ആളെ കൃഷ്ണൻ 16,008 ഭാര്യയുമായിട്ട് ജീവിച്ചേ. കൃഷ്ണൻ ജീവിച്ചിരുന്നു എന്ന് ഉറപ്പാണല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. 16,008 ഭാര്യയല്ലേ നിങ്ങൾ കിട്ടുന്നുള്ളൂ. ഉറപ്പിച്ചില്ലേ? ദൈവമാണെന്ന് നീ ഉറപ്പിക്കും. ദൈവമാണെന്നൊന്നും ഞാൻ പറയില്ല മോനെ. ഇപ്പോൾ ഒരു പെണ്ണ് കിട്ടിയാൽ തന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. മുപ്പര് 16,008 ഒന്നിച്ച് കൊണ്ടു കിടക്കണമെങ്കിൽ സാധാരണ മനുഷ്യനാവുമോ? ദൈവമല്ലേ? എന്നാൽ വിശ്വസിച്ചോളി നന്ദി എന്ന് പറഞ്ഞ മാതിരി അവർ ദൈവീകമായിട്ട് എന്ത് ചെയ്യുന്നു? സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയേ, ബ്രാക്കറ്റിൽ ഇരിക്കുന്ന നമ്മളല്ല, സംശയരോഗം, മദ്യപാനം. ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും ഒരു മരം ഇങ്ങനെ വളഞ്ഞിക്കുന്ന ഈ തൂങ്ങിച്ചാവാലോ എന്ന് വിചാരിച്ചു നടത്തുന്നത്. എനിക്കറിയുന്ന ആളാണ്. ഒരിക്കലും ഒരു ചങ്ങാതി എവിടെയോ തൂങ്ങിയിട്ട് അവനെ നാട്ടുകാരെല്ലാം കൂടി കയറെടുത്ത് താഴെയിട്ട് അവനെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി. ജീപ്പിലിട്ട് കുറച്ച് വർഷം മുൻപാണ്. അവനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരിങ്ങനെ ചവിട്ടിയും കുത്തൊക്കെ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞു, തൂങ്ങിയതും പോലെ നിന്നെ രക്ഷപ്പെടുത്തിയാൻ പോലെ നമ്മളെ ചവിട്ടിയും കുത്തൊക്കെ ചെയ്യും. അപ്പോൾ അന്നേരം വേർത്തം പറയാം, തൂങ്ങിയതിൻ്റെ വിഷമറിയും. തിരിഞ്ഞു നോക്കുമ്പോൾ 18 പ്രാവശ്യം തൂങ്ങിയ മറ്റവനാണ് തിരിഞ്ഞത്. 18 പ്രാവശ്യം തൂങ്ങിക്കും. വെറുതെ പറഞ്ഞല്ല. അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, മാഷേ നമ്മൾ എന്ത് ചെയ്താലും വിചാരിച്ച സമയത്ത് മരിക്കുകയില്ല, മരിക്കാനൊരു സമയമുണ്ട്. അതല്ലാതെ മരിക്കുന്നത് വലിയ ദുരന്തമാണ്, ദുരിതമാണ്. നമ്മുടെ ഉപനിഷത്തുകളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മരിക്കേണ്ട സമയത്ത് മരിച്ചോളാം. നമ്മൾ ആരും വിചാരിക്കേണ്ട. ഞാനന്ന് കാലനെ കുറിച്ച് പറഞ്ഞു. കാലത്തിന് കാരണമായിരിക്കുന്ന ഒരു ഊർജ്ജമാണ് കാലൻ, അല്ലാണ്ട് പോത്തിൻ്റെ പുറത്തൊന്നും വരുന്നതല്ല. അതൊരു കൽപ്പന മാത്രമാണ്, ഭാവനയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരെയും കൊല്ലാനും പോകുന്നില്ല, നമ്മൾ മരിക്കാനും പോകുന്നു. ഒരു സന്യാസിയും ആത്മഹത്യ ചെയ്തിട്ടില്ല ഭാരതത്തിൽ. ഉണ്ടോ? ഞാൻ ആകെ കണ്ടത് കേട്ടതുള്ളെന്ന് പറഞ്ഞാൽ അഹം എന്ന് പറയുന്നൊരു സിനിമേൻ്റെ അകത്ത് മോഹൻലാൽ ഒരു കഥാപാത്രത്തിന് അവതരിപ്പിച്ചിട്ടുണ്ട്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടെന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ. അതിന് മുമ്പ് ഊഹിച്ചാണെന്ന് പറഞ്ഞാൽ സന്യാസി ഊഹിയിരിക്കില്ല. കാരണം അയാൾക്കറിയാം ഞാൻ എന്തിനാണ് ജനിച്ചത്. ഇങ്ങനെ പരിപ്പിൻ്റെ പായസം അടിച്ച് ഇറച്ചിയും പൊറാട്ടയും തിന്ന് ജീവിക്കലല്ല ജീവിതം. നമ്മൾ നല്ലോണം ചോറും സാമ്പാറൊക്കെ എന്ന് പറഞ്ഞ് കുത്തിരിക്കുമ്പോൾ അതിലൊരു ലഡു ഉരുണ്ടു പോയാലോ? എനിക്കിന്നില്ല 2 ലഡു കിട്ടി. ഒന്ന് ഞാൻ മുനീറിന് കൊടുത്തു. നിങ്ങളാരെയും കൊടുക്കുമോ? ഒന്നും കൂടി കിട്ടുമെന്നു നിങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞത് തിന്ന് ഷുഗർ പിടിച്ചാലും ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഇരുന്ന് കുറേ നേരം നമ്മൾ തിരുവനന്തപുരം വരെ ബസ്സിൽ റിസർവ് ചെയ്ത സീറ്റിൽ ഇങ്ങനെ ഇരുന്നാൽ തിരുവനന്തപുരം വരെ ഇരുന്നാൽ എന്താ അവസ്ഥ? ഒരുത്തം തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം എണീറ്റ് കൊടുക്കുമോ? ഓനവിടെ നിന്ന് ധരിക്കും, നമ്മളവിടെ ഇരുന്ന് ധരിക്കും. എന്നാലും നമ്മൾ ഇരിക്കാൻ കുറച്ച് ചേട്ടാ കുറേ നേരമായില്ലേ നിൽക്കുന്നു, നിങ്ങൾ കുറച്ച് നേരം ഇരുന്നോ, ഞാൻ കുറച്ച് നേരം നിൽക്കാം, നമുക്ക് രണ്ടാൾക്കും സുഖം ഉണ്ടാവും എന്ന് പറയുമാരെങ്കിലും അറിയില്ല. സ്ത്രീകളെ സീറ്റിൽ കയറിയിട്ട് പുരുഷന്മാർ എന്തൊരു അസ്തമയം. അവൻ അസ്തമയം നോക്കിയിരിക്കുക. പെണ്ണുങ്ങൾ വിളക്കുണ്ട്. അതാ അങ്ങോട്ട് നോക്കിയില്ല. കണ്ടക്ടർ വന്നിട്ട് തോണ്ടിയിട്ട് പറയാൻ ഇത് പെണ്ണുങ്ങളെ സീറ്റ് എണീക്കാറുണ്ട്. എന്നാലും എണീക്കാനൊരു എന്നിട്ടന്നേരം നോക്കൂ. അതാണ് കാണാത്ത മാതിരി. ഒരു നോട്ടം നോക്കിയപ്പോൾ എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത്. ആഞ്ചാതി കുത്തിരിപ്പ്. ഇതൊക്കെ കേരളീയരാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കൊക്കെ പോകുക, പുരുഷന്മാരിരിക്കുന്ന അതേ സീറ്റിൽ തന്നെ സ്ത്രീകളിരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കാന്ന് പറയല്ല കേട്ടോ ഞാൻ. എപ്പോഴാ അമിട്ട് പൊട്ടി നിർത്തിയാന്ന് അറിയില്ല. പുകറ്റടിച്ച് പോവും, മാലയൊക്കെ പൊട്ടിച്ച് പോവും, ഒക്കെ നടക്കും. കേരളത്തിലെ കലാപരിപാടികളിൽ പ്രധാനപ്പെട്ട ഇതൊക്കെയാണ്. പീഡനം, പുകറ്റടി, മാല പിടിച്ചു പാറി എന്നുള്ള കലാപരിപാടികളാണ് ഫസ്റ്റ് കിട്ടുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡും തേർഡുമാണ്. നമ്മളാണ് ആത്മഹത്യയിൽ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക. എന്ത് ദുരിതം വന്നാലും ദുഃഖം വന്നാലും പ്രശ്നങ്ങൾ വന്നാലും നിൽക്കരുത്. ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാതെ പലർക്കും അങ്ങനെ വന്നിട്ടുമുണ്ട്. സാമ്പത്തികമായ വലിയ വെല്ലുവിളികളൊക്കെ നേരിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കാതെ ലോട്ടറി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമായിരിക്കും, ഒരു ജോലി കിട്ടുമായിരിക്കും,
കരഞ്ഞ് സങ്കടപ്പെട്ടൊക്കെ ചിലവർ നടക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ചില ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചൊന്ന് ചിന്തിക്കുകയെ, അന്നേരം നിങ്ങൾ എന്നെ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അനുഭവങ്ങളും ഉദാഹരണങ്ങളും ഉണ്ട്. അങ്ങനെ പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞു, മാഷേ സത്യമാണ്, ഇപ്പം പഴയ അവസ്ഥയൊന്നുമില്ല ജീവിതത്തിൽ, ഇപ്പോൾ സന്തോഷമാണ്. 10 കൊല്ലം മുമ്പ് നിങ്ങൾ വിചാരിച്ചെന്താ, എന്തിനാണ് ജീവിക്കുന്നത്? നമ്മളെ മനസ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കഥകളും കവിതകളും നാടകങ്ങളും ഒക്കെ ഇറങ്ങിയിരുന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, ശരിയാണല്ലോ. പറവകൾക്ക് ആകാശമുണ്ട്, വളരെ ശരിയാണ്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിനിടമില്ല, എവിടെ നിന്നു വന്നു ഞാൻ. നമുക്കറിയോ, ഇവിടുന്ന് ഓടിച്ചു കൊണ്ടുവന്ന് എവിടേക്ക് പോണു ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് കേട്ട് ഈ നാടകം കണ്ട് അമ്പലത്തിൽ പോലും ആ നാടകം അവതരിപ്പിക്കുക. എന്നിട്ട് നമ്മളും വിചാരിച്ചു, ശരിയാ, പാമ്പിനും ആളുമുണ്ട്, പറവയ്ക്ക് ആകാശമുണ്ട്, ഞാനിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം, എന്നാൽ ചത്താൾ തന്നെ. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ. ആരാ കല്ലെറിയുന്നു? നമ്മളെ മനസ്സ് കെടുത്തുക. നിങ്ങൾ ജീവിതം ആഘോഷിച്ചോളൂന്ന് വേറെ കുറേ ആൾക്കാർ പറയും. എടാ, അടിച്ച് പൊളിച്ച് ജീവിക്കുക. അങ്ങനെയാണ് മദ്യപാനികളാവുന്നത്, കഞ്ചാവ് വലിക്കുന്നവരുണ്ട്, MDMA, അത് ഇത്, ഭാങ്ക്, ചരസ്, ഹാഷിഷ്, എന്തൊക്കെയോ പേര് കൊടുത്തിട്ട് കെമിക്കൽസ്. നമ്മൾ മഹാരോഗങ്ങൾ വന്ന് നശിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം വരുന്ന തലമുറയിൽ. നമ്മൾ അത് ശ്രദ്ധിച്ചില്ല. ഇത് വലിയ വെല്ലുവിളിയാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വീടുകളിൽ അല്ലേ. നമ്മൾ പറയാം അങ്കമാലിയിലല്ലേ, ഞാൻ പലയിടത്തും പറയാറുണ്ട്, അങ്കമാലിയിലാണ് 3 വയസ്സും 2 വയസ്സുള്ളൊക്കെ കുട്ടികളെ പീഡിപ്പിച്ച് കൊന്ന് കാട്ടിലെറിഞ്ഞു. അപ്പം നമ്മൾ പത്രം വായിച്ചു, അങ്കമാലിയിൽ പീഡനം, 3 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കാട്ടിലെറിഞ്ഞു. മറച്ചു. കാരണം അങ്കമാലിയിലാണ്, ഇങ്കമാലിയിലല്ല. ഇങ്കമാലിയിൽ വരും. അപ്പം നിങ്ങൾ എന്തു ചെയ്യും? അച്ഛനാരാണ്, അമ്മയാരാണ്, കുടുംബങ്ങളുണ്ടോ, എവിടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നറിയാതെ പാവങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് അവർ എവിടുന്ന് വന്നാന്നറിയോ? പശ്ചിമ ബംഗാളിൽ നിന്ന് വന്നാണ്. ഭൗതികവാദികൾ ക്ഷേത്രങ്ങൾ തകർത്ത് കളഞ്ഞു, അവിടെ ക്ലബ്ബുകൾ തകർത്ത് കളഞ്ഞു, സാഹിത്യ സംഘങ്ങളില്ല, വിദ്യാഭ്യാസം മര്യാദയ്ക്ക് കൊടുത്തില്ല. നിങ്ങൾ ചാനലുകൾ, ഇന്നലത്തെ ചാനലുകൾ ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നുമായിട്ട് 3 ദിവസത്തെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ചാനൽ നിറഞ്ഞു നിൽക്കുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഗിരിവർഗക്കാരായിരിക്കുന്ന വനവാസി സഹോദരങ്ങളായിരിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കാൻ ഗ്രാൻഡ് കൊടുക്കാതെ 2 വർഷമായി. പഠിത്തം നിർത്തി കൂലിപ്പണിക്ക് പോവുകയാണ്. കരയുന്ന കുട്ടിക്ക് പാലുണ്ട്, നമുക്ക് പാലുമില്ല, പച്ചവെള്ളമില്ല, വെള്ളമുണ്ട്, അത് കുടിച്ചോളൂ. നിങ്ങൾ ആലോചിക്കണം. നമ്മൾ സ്വയം വാങ്ങി വെക്കുകയാണ്. നമ്മൾ തീരുമാനിക്കണം, നമ്മൾ കുടിക്കണമോ, നമ്മൾ ആത്മഹത്യ ചെയ്യണമോ, നമ്മൾ ജീവിക്കണമോ, നമ്മൾ പോരാടണമോ, നമ്മൾ നേടണമോ. ആൺകുട്ടികളും പെൺകുട്ടികളും തീരുമാനിക്കണം. സമയം 8:10 ഇല്ലേ? 8:10 ആയോ? ആയി. അപ്പോൾ 2 സാമ്പത്തിക വെല്ലുവിളി. എങ്ങനെയാ സാമ്പത്തികമായ വെല്ലുവിളി ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ? എങ്ങനെയാ സാമ്പത്തിക വെല്ലുവിളി ഉണ്ടാവുക? കടമെടുക്കും. കടമെടുക്കും. നിങ്ങളെ സ്വീപ്പാക്കാനാ പറഞ്ഞു കേട്ടോ, 10 മിനിറ്റ് കൂടുതൽ എടുക്കാം. നിങ്ങൾക്കൊന്നും കാപ്പില്ല, 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുള്ളൂ കാപ്പി എടുക്കാന്നല്ലേ പറഞ്ഞല്ലേ. നമ്മളെല്ലാ ബാങ്കിൽ നിന്നും കടമെടുക്കും. നമ്മളെ വരുമാനം അറിഞ്ഞിട്ട് നമ്മൾ കടമെടുക്കാം. ശ്രദ്ധിച്ചോളൂ, നമ്മൾ വരുന്ന കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മളെ കുട്ടികൾ 10, 15, 18 വയസ്സാകുമ്പോഴത്തേക്ക് പഠിച്ചിരിക്കണം. അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് എവിടെയൊക്കെ ബാധ്യതകളുണ്ട്, അച്ഛന് എത്ര വരുമാനമുണ്ട്, അമ്മയ്ക്ക് എന്ത് വരുമാനമുണ്ട്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അച്ഛനോ അമ്മയ്ക്കോ 60, 80 ആകുമ്പോഴേക്ക് തീരുവോ,
കൊടുത്തു തീർക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഞാനെന്ത് ചെയ്യണമെന്ന് അവൻ ചിന്തിക്കണം, അവളെ പഠിപ്പിക്കണം. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ പരസ്യമത്രേ കുലകന്യാചനം എന്ന് പറയില്ല, മറ്റു വീടുകളിലേക്ക് പോകും. ആവട്ടെ, ആൺകുട്ടികളെ പഠിപ്പിക്കും. അതിനാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾ 1 പോരാ 2 പോരാ, പറ്റുമെങ്കിൽ 20 ആയിക്കോളും. ചിരിക്കേണ്ട അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. ഒരാൾ കർഷകനാവട്ടെ, ഒരാൾ രാഷ്ട്രീയക്കാരനാവട്ടെ, ഒരാൾ പോലീസുകാരനാവട്ടെ, ഒരാൾ അധ്യാപകനാവട്ടെ, ഒരാൾ വെറുതെ വീട്ടിൽ കുത്തിരിക്കട്ടെ, അല്ലേ? എല്ലാവരും ജീവിക്കും. പണ്ട് കൂട്ടുകുടുംബം ഉണ്ടായിരുന്നില്ലേ? ആരെങ്കിലും ആത്മഹത്യ ചെയ്തിരുന്നോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ചേട്ടാ പോവാ അപ്പുറത്ത് പോയി ഒരു വീടും കക്കൂസൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ആടുന്ന് ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോയി, ചേച്ചി വേറൊരുത്തിൻ്റെ വീട്. ചേട്ടൻ തിരിച്ചു വന്നപ്പോൾ പോയോ, രക്ഷപ്പെട്ടു. അയാളും സന്തോഷിച്ചു, ഓളും സന്തോഷിച്ചു, ഉണ്ടാക്കും, അല്ലേ? നമുക്കൊരു ഉപകാരം ആടുന്നൊരു പലഹാരം എന്ന് പറയും, കഥ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നമ്മുടെ വരുമാനം ദിവസം 1000 രൂപയാണെങ്കിൽ, അല്ലെ 500 രൂപയാണെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നീക്കാവും. കാണുന്ന എല്ലാവരോടും ഇൻസ്റ്റാൾമെൻറ്റിൽ എല്ലാ സാധനവും വാങ്ങി വീട്ടിൽ വെക്കരുത്. പച്ചയ്ക്ക് പറയുകയാണ് ഞാൻ. ഇതൊന്ന് എളുപ്പം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തരും. 4 ദിവസം കഴിഞ്ഞ് 6 തരും. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എന്തൊക്കെയാണുള്ളത്, പിന്നെ ഗ്രൈൻഡർ, മറ്റേ മിക്സി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് 5 പൈസ കൊടുക്കാതെ കിട്ടും. ഇതിന് വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വാറണ്ടി അനുസരിച്ചോ ഗ്യാരണ്ടി അനുസരിച്ചോ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ബോർഡറ്റാൻ അടിച്ചു പോയാൽ നിങ്ങൾ ഓലെ എടുത്ത് 10 പ്രാവശ്യം കയറി ഇറങ്ങിയാലും വരില്ല എന്നാണ് കമ്പനിക്കാർ. ആരെങ്കിലും കമ്പനിക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ കാപ്പി കുടിച്ചിട്ട് പോകും. കാരണം അതൊരു ബിസിനസ്സാണ്. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഒരു 4 പേപ്പർ നമ്മളെടുത്ത് തരും. എന്നിട്ടെന്താ പറയുക, ഇത് ഫുള്ളൊന്ന് വായിച്ചു നോക്കുമെന്ന് അറിയോ? 4 ദിവസം കുത്തിനെ വായിച്ചാൽ തീരുകയില്ല. കുനു എഴുതിയ സാധനമാണ്. നമ്മൾ കാണിക്കുന്ന എന്താ അറിയാം, ഇതവിടെ ഇട്ടു, ഇത് അവിടെ ഇട്ടുള്ളൂ, ഇപ്പുറത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾ മൊത്തം ഞങ്ങൾ അടിച്ചു ഊറ്റി കൊണ്ടുപോകും കേട്ടോ. ഒപ്പിട്ട് കൊടുത്തിട്ടില്ല നമ്മൾ വാങ്ങുന്നത്, വായിച്ചിട്ട് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അവർ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കും. അവസാനം ഇപ്പോൾ മേലോട്ട് നോക്കിയിരിക്കുകയാണ്. സ്വന്തം അധ്വാനിച്ച് വിദേശങ്ങളിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് അവിടെ എന്തൊക്കെയോ ജോലി ചെയ്തിട്ടുണ്ടാക്കിയ കാശ് ബാങ്കുകാർക്ക് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തത് വരെ അവിടെയുള്ള ആളുകൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അപ്പോൾ എന്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും, ആർക്ക് കടം കൊടുക്കുമ്പോഴും, വായ്പ കൊടുക്കുമ്പോഴും, വായ്പ വാങ്ങുമ്പോഴും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കണിശമായിരിക്കണം, കൃത്യമായിരിക്കണം. പണ്ട് ആയിരുന്നു, ഇന്ന് അല്ല. അതുകൊണ്ടാണ് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മൾ കുടുങ്ങിപ്പോവും. അവന്മാർ പുറത്തൊന്നും ചോദിക്കാൻ തുടങ്ങും. വളരെ ശ്രദ്ധിക്കണം സാമ്പത്തിക അച്ചടക്കം. അപ്പോൾ രോഗമായി, ആത്മഹത്യയായി, സമ്പത്തായി, പിന്നെ ആചാരങ്ങൾ ഞാൻ പറഞ്ഞ അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം. പ്രേതത്തിനെ പേടിയുണ്ടോ? പലരും ചോദിച്ചാണ്. നമ്മളിങ്ങനെ കഥ പറയും വീട്ടിലില്ല, അധികം കുട്ടികളൊന്നും ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ പറഞ്ഞാണ്. നമ്മൾ സന്ധ്യ വയ്ക്കാൻ വേണ്ടി നാമം ചോദിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. നിങ്ങളെ കൊണ്ടല്ല കേട്ടോ പറയുന്നത്. പറഞ്ഞു നോക്കി നമ്മളെ നാൾ മെച്ച കാണാനായിട്ടല്ല, അയാൾ ഇന്നലെ വൈകിട്ട് കൂടി പോകണം കണ്ടിവിടെ അത് തന്നെ കേട്ടോ. എന്നിട്ട് നമ്മളെ ചന്ദ്രനാടുന്ന് പണിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബോധം കെട്ടുകൊണ്ട് പോകാൻ ആസ്പത്രിയിലല്ലേ ജനിച്ചത്. ഇതൊക്കെ കുട്ടികളിങ്ങനെ കേൾക്കുകയാണ്. കുട്ടികളുടെ ഉപബോധ മനസ്സിൽ തെറ്റായ ധാരണകൾ, ഭയാശങ്കകൾ ഉണ്ടാവുന്നു. അങ്ങനെ രൂപം കാണാവുന്ന തരത്തിൽ മരണാനന്തരത്തിൽ ഒരു ഭൂതപ്രേത പിശാചും ഇല്ല. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വല്ല സംശയം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എൻ്റെ നമ്പറൊക്കെ ഞാൻ എന്തായാലും തന്നിട്ടേ പോകുള്ളൂ. നിങ്ങൾ വിളിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. കാരണം പല കാലങ്ങളിലും പല നാടുകളിലും പല കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ട് ഇന്ന് പ്രത്യേകിച്ച് ഭാരതീയരെ ഭയപ്പെടുത്താൻ വേണ്ടി നരകത്തിനെക്കുറിച്ചും സ്വർഗത്തിനെക്കുറിച്ചും പറയുന്നു. നരകമുണ്ടോ? സ്വർഗമുണ്ടോ? എവിടെയാണ് സ്വർഗവും നരകവും? ഇവിടെ തന്നെയാണ്. നമ്മളെ സ്വഭാവം നന്നായാൽ അല്ലേ, കരാഗരേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ,
പ്രഭാതേ കരദർശനം എന്ന് പറയും. നമ്മളെ കയ്യിലാണ് ദേവന്മാരുള്ളത്, ഈശ്വരന്മാരുള്ളത് എന്ന് പറയാൻ. നമ്മളെ കയ്യിലിരിപ്പ് നന്നായാൽ ഈശ്വരന്മാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. ഒന്നിനും പേടിക്കണ്ട, അത്ര തന്നെ വിചാരിച്ചാൽ മതി. നരകം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ തന്നെയാണ്. നമ്മൾ പറ്റുമെങ്കിൽ ചിരിക്കുക. ഞാനത് ഇപ്പോൾ ഒരു ബൈക്കും കൊണ്ട് ഞാനിങ്ങനെ വരികയാണെങ്കിൽ, കാറും കൊണ്ട് വരികയാണെങ്കിൽ, വേറൊരാൾ പെട്ടെന്ന് റോങ്ങിൽ വന്നു, അയാളായിരിക്കാം റോങ്ങിൽ വന്നത്, പക്ഷെ ഞാൻ വെറുതെ ഒന്ന് അയാളോട് ചിരിച്ചാൽ അയാൾക്കും എന്തോ ഒരു സന്തോഷം വരും. ചിരിക്കാൻ പറ്റുന്ന ജീവി ഏതാണ്? മനുഷ്യനാണ്. നായും കുരങ്ങിനൊക്കെ വിളിക്കുക എന്നാണ് പറയുന്നത്. വിളിക്കുക എന്ന് പറയും. നമ്മൾ വെറുതെ ഒന്ന് ചിരിക്കുക, ആളെ കാണുമ്പോൾ ആ നമസ്കാരം. ഭാരതീയരങ്ങനെയാണല്ലോ നമസ്തേ പറയുക. ഇത് നിർത്തി കളഞ്ഞിട്ട് എന്ത് ചെയ്യിച്ചു? പാശ്ചാത്യർ വന്നിട്ട് ഉമ്മ വെക്കൽ, കെട്ടിപ്പിടിക്കൽ, മറിഞ്ഞു വീഴൽ, കിടന്നു വീഴൽ. രോഗങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ അങ്ങോട്ട് നിന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് റോട്ടുമിൽ വരെ ഉണ്ടായിരുന്നു ചുംബന സമരമൊക്കെ. ആർക്കും വേണ്ട, കാരണം എന്ത് രോഗം അങ്ങോട്ട് വരിക എന്നറിയില്ല. അപ്പം ഏറ്റവും നല്ലത് ഏതാണ്? ഒരടി വിട്ട് നിന്നിട്ട് നമസ്കാരം എന്ന് പറയും. വളരെ നല്ല പരിപാടിയാണ് അല്ലേ? ഭാരതത്തിൻ്റെ ആചാരങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്ക് ആചാരങ്ങളിൽ ശരിയുണ്ടോ എന്ന് പഠിക്കണമെങ്കിൽ അത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കണം. നമ്മുടെ ക്ഷേത്രത്തിൽ മതപാഠശാലകൾ ഉണ്ടാവുക, നല്ല ഗ്രന്ഥങ്ങൾ, മഹാഭാരതവും രാമായണവും ഉപനിഷത്തുകളും ചെറിയ ചെറിയ കഥകളായിട്ട് കിട്ടാനുണ്ട്. ആ കഥകൾ ചർച്ച ചെയ്തിട്ട് അറിയുന്നവർ നല്ലോണം പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഉള്ള് അറിയുന്നവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. സംശയങ്ങൾ തീർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാബലിയെക്കുറിച്ചുള്ള കഥ പോലെ തെറ്റായ കഥകൾ നമ്മുടെ കുട്ടികൾ പഠിക്കരുത്. ഒരു കോടാലി എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ പറയുന്നേ ഇല്ല. അത് പിന്നീട് വന്ന പുരാണ കഥകളിലും ബ്രഹ്മാണ്ഡ പുരാണം, കേരളോൽപ്പത്തി, കേരള മഹാത്മ്യം, ഈ 3 കൃതികളിലാണ് പറഞ്ഞു. ഈ 3 നമ്മുടെ വേദങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതാണ്. അതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അപ്പം പിന്നെ അന്ധവിശ്വാസം പലതും നമ്മൾ വേണ്ടാത്തത് പഠിപ്പിച്ചു കളയുന്നുണ്ട്. അപ്പം അതിനായിട്ട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ഈ യൂട്യൂബിൽ വരും പലതും. നിങ്ങൾ യൂട്യൂബ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ മാന്തി വെക്കുന്ന സമയത്ത് നിങ്ങളെ വീടിൻ്റെ മുൻപിൽ വളഞ്ഞ ഒരു മരം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വളഞ്ഞു പോകും. നമ്മൾ വിറ്റേന്ന് തന്നെ മറ്റവൻ്റെ മരം മുറിച്ചാളും. അതോടുകൂടി ഓൻ കൊണ്ടായിട്ട് പെറ്റീഷൻ കൊടുക്കുകയും ചെയ്യും. എൻ്റെ വെങ്ങ് മുറിച്ചിരുന്നു. എവിടെയുള്ളതാണ്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഒരടിസ്ഥാനവും തെറ്റ് പ്രചരിപ്പിക്കുക. ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ശങ്കരാചാര്യരുടെ ഒരു കൃതിയാണ് മോഹമുദ്ഗരം എന്ന് പറയുന്നത്, ഭജഗോവിന്ദം. അതിൻ്റെ ആദ്യത്തെ ശ്ലോകം നിങ്ങളൊക്കെ കേട്ടിരിക്കല്ലേ? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഭുകൃഞ്ഞികരണേ. ശരിയായതിൻ്റെ അർത്ഥം ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ. ചാവാൻ കാലത്തും അല്ലെ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, ചാവാൻ കാലത്തും നീ ഇങ്ങനെ കണക്ക് കൂട്ടിയിരുന്നിട്ടോ വ്യാകരണം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നീ കുറച്ച് ഈശ്വരനെ വിചാരിച്ചാൽ എൻ്റെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവുമെന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. ഗൂഗിളിൽ വിക്കിപീഡിയയുടെ വിക്കി ഗ്രന്ഥശാലയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണെന്നറിയോ? അടുത്ത തലമുറ ഏതാ പഠിക്കുക? എടാ വിഡ്ഢി, നീ ഗോവിന്ദനെ ഭജിച്ചിട്ട് കാര്യമില്ല. ചാവുന്ന സമയത്തും നീ ഗോവിന്ദനെ വഹിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അടുത്ത തലമുറ എന്താ പഠിക്കുക? ഞാൻ പഠിക്കുക. അതുകൊണ്ട് ജ്യോതിഷവും വൈദ്യശാസ്ത്രവും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒന്നും ഈ യൂട്യൂബിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ പറഞ്ഞ തരത്തിലുള്ള ഗൂഗിളിലെ പല മേഖലകളിലും വരുന്നത് കണ്ടിട്ട് അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കരുത്. ചികിത്സ, യൂട്യൂബിൽ പല ചികിത്സയും വരുന്നുണ്ടല്ലേ? നിങ്ങൾ നേരിട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ യൂട്യൂബിലൂടെ നമ്മൾ മരുന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നല്ല ഡോക്ടർമാരുണ്ടല്ലോ. ഞാനിപ്പോൾ നേരത്തെ ആയുർവേദത്തിനെ കുറിച്ച് കൂടെ പറഞ്ഞു. അത് കേട്ടിട്ട് നിങ്ങൾ പോകണ്ട. നിങ്ങൾ നല്ല ആയുർവേദ ഡോക്ടറെ കണ്ടോളൂ പോയിട്ട്, അല്ലേ? ഇവിടെ ഇപ്പം കോഴിക്കോടൊക്കെ മഹിവാൽജീനെയൊക്കെ പോലെയുള്ള നമ്മളൊക്കെ അറിയപ്പെടുന്ന ആളുകൾ അതെടുത്തു പോകും. അവരോട് ചോദിക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെ അസുഖമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഇത് പറഞ്ഞിരുന്നു. അത് പഠിച്ചവരാണ്. അപ്പം നല്ലോണം പഠിച്ച ആളുകൾ, വ്യക്തികളുണ്ട്. ഇന്ന്
യൂട്യൂബിൽ നോക്കിയിട്ട് മന്ത്രവാദം പഠിക്കുന്നു. ഗൂഢതന്ത്രം, കൂടോത്രം എന്നാ പറയാം. കൂടോത്രം ചെയ്താൽ, കൂടോത്രം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? മുട്ട വെക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? കേട്ടിട്ടില്ലേ? മുട്ടയിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുട്ട തുറന്നിട്ട് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ തകടിലൊക്കെ എഴുതിയിട്ടിട്ട് അല്ലേ, ഓം ശക്തി മേരെ ഭഗവാൻ മേരെ ഹാത്ത് മേ അന്തർ ജായേഗ എന്നൊക്കെ പറയുന്നത് മന്ത്രം ചൊല്ലിയിട്ട്. നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകൾ എന്നാൽ നമ്മളെ എപ്പോഴും അതിരി മാന്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെതിരായിട്ടും ചൈനയ്ക്കെതിരായിട്ടും ഒരു മുട്ട വെച്ചാൽ പോരെ? മന്ത്രവാദം, ശരിയായ മന്ത്രങ്ങളിലൂടെ മനസ്സിന് മാറ്റമുണ്ടാവും, ഉറപ്പിച്ചോളൂ. ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ ഈ അടുത്ത കാലത്തല്ലേ ഇളന്തൂർ അല്ലേ, പത്തനംതിട്ടയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 പാവം സ്ത്രീകളെ അല്ലേ, ലോട്ടറിയൊക്കെ വിറ്റ് നടക്കുന്ന സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൈയും കാലും കെട്ടിയിട്ട് വായൊക്കെ തുണി തിരികിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സിനിമയിലേക്ക് കാശ് കിട്ടാൻ പോകണം. ഒക്കെ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ മുറിച്ച് കൊന്നു. ദുർമന്ത്രവാദം. നിങ്ങൾക്ക് നിധി കുഴിച്ചെടുക്കാൻ അല്ലേ, ദുർമന്ത്രവാദം. പലരും അത് വിചാരിച്ചിട്ടാണ് പലതും ചെയ്യുന്നത്. ഒടുവിൽ നിങ്ങൾ കുഴിക്കേണ്ടി വരിക, ജയിലിൻ്റെ ഉള്ളിൽ കുത്തിരിഞ്ഞിട്ട് അങ്ങനെ വിരലുകൊണ്ട് മണ്ണ് മാന്തി. ബോധം വരുന്നില്ല, ശരിയായ ചർച്ചകൾ നടക്കുന്നില്ല. പീഡനങ്ങളൊക്കെ വർദ്ധിക്കാൻ കാരണം യുവാക്കന്മാരോ യുവതികളോ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നില്ല, അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോവുകയാണ്. ടിപ്പു സുൽത്താൻ്റെ കസാര എന്ന് പറഞ്ഞിട്ടാണ് കസാര വിറ്റിട്ട് ഒരു ചങ്ങാതി ഇപ്പോൾ ജയിലിലാന്ന് തോന്നുന്നു ഇല്ലേ? ചങ്ങാതി പേരൊന്നും പറയുന്നില്ല. നമ്മളെ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസുകാർക്ക് വരെ ചില സാധനം വിറ്റിരുന്നു, അറിയില്ലേ? പഴയ സാധനങ്ങൾ കൊണ്ടു കൊടുത്ത്. അന്ന് ഞാനും വാട്സപ്പിലിട്ട്, എൻ്റെ വീട്ടിലുണ്ട് ഒരു 65 കൊല്ലം മുമ്പുള്ളൊരു കസാര, അത് ഞാൻ വാട്സപ്പിലിട്ട്, ആളുണ്ടെങ്കിൽ വന്നോളേം പറ്റ്. വിഡ്ഢികൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിഡ്ഢികളുള്ളത്. ആരെന്തെങ്കിലും ഒരു പുതിയ കമ്പനി തുടങ്ങി, നിങ്ങൾ ഇന്ന് 10,000 രൂപ എന്നാൽ നാളെ 25,000 തരാം, ഉടനെ നമ്മൾ ഉള്ളതും കൊടുത്ത് മാലയും പറിച്ച് വിറ്റ് അതും കൊടുത്ത് എന്നിട്ട് പിന്നെ പറയുകയാണ് എൻ്റെ കൊണ്ടുപോകാൻ പോയി. ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടെയാണ്? കേരളത്തിലാണ്. നോട്ടിരട്ടിപ്പ് സംഘം, ആകാശവെള്ളരി, സ്വർണ്ണവെള്ളരി അല്ലേ, പരസ്യവും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഒരു സാധനത്തിൻ്റെ പേരെടുത്ത് പറയല്ല. വീട്ടിലൊരു കുഞ്ചി കെട്ടി തൂക്കിയാൽ എന്താ കുഞ്ചിൻ്റെ പേര്? കുബേരക്കുഞ്ചി. കുബേരക്കുഞ്ചി വീട്ടിൽ കെട്ടി തൂക്കിയാൽ കുഞ്ചി വിൽക്കുന്നതിന് സമ്പത്തുണ്ടാവും, നിങ്ങളുള്ള സമ്പത്ത് പോവും. അത്രയും ഭയങ്കര കച്ചവടം, ബിസിനസ്സാണ് ഇതൊക്കെ. നല്ല ശാസ്ത്രമാണ് ജ്യോതിഷം. ജ്യോതിഷം 50% പൂർണ്ണമായി ഫലിക്കൂ എന്നാണ് ജ്യോതിഷത്തിൻ്റെ ആചാര്യനായ വരാഹമിഹിരൻ പറയുന്നത്. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ജാതകാദേശവും പ്രശ്നമാർഗവും ഹോരയുമാണ്. നിങ്ങൾ ഇരുന്ന് വായിച്ച് പഠിക്കുക. ഞാനിതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ച ആളായതുകൊണ്ട് പറയാം, എന്നും വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതകാദേശം തന്നെ പറയുന്ന എന്താ? ഊഹാപോഹപടു സിദ്ധിമന്ത്ര ഔഷധം ജാനാദി ജാതകം. ഒരു ജാതകം കുറിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഊഹമാണ്. ഊഹം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമല്ല, അപോഹം രണ്ടാമത്, അതാണ് ശാസ്ത്രം. അപോഹം എന്ന് പറഞ്ഞാൽ അർത്ഥം ശാസ്ത്രം. പഠിക്കും മൂന്നാമത് വേണ്ടത് കഴിവാണ്, പഠിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത്. സിദ്ധി, ജന്മനാ കിട്ടുന്ന ഇമ്പോൺ ടാലൻസ്, ദാറ്റ് ഈസ് സിദ്ധി. മന്ത്രം, പിന്നെ മനസ്സിനെ രക്ഷിക്കുന്ന തരത്തിലുള്ള ധ്യാനനിരതമായിട്ടുള്ള ജീവിത രീതി. പിന്നെ ഔഷധം. അപ്പം ഊഹം, അപോഹം, പഠിത്വം, സിദ്ധി, മന്ത്രം, ഔഷധം, ഈ 6 കാര്യങ്ങൾ ചേർത്തിട്ട് ചില കാര്യങ്ങൾ ഗണിച്ചെടുക്കുന്നതിനെയാണ് ജാതകം എന്ന് നമ്മൾ പറയുന്നത്. ജാതകം പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിനെ ഞാൻ പഠിച്ചിട്ടുള്ളൂ, 423 ആൺകുട്ടികൾ 35, 45, 50 വയസ്സായിട്ട് പെണ്ണ് കെട്ടാണ്ട് നടക്കുന്നുണ്ട്. ഇത് ഏത് സമുദായത്തിലാണ്, ഏത് ജീവികളിലാണ് ഇത്തരം പരിപാടിയുള്ളത്? അത്
എവിടുന്നെങ്കിലും കൂട്ടിക്കൊണ്ട് പാടോ. ജാതിയും ജാതകവും നോക്കിയിട്ട് നടക്കുക. എന്നിട്ട് പറയാ എൻ്റെ ജാതകം ശുദ്ധ ജാതകമാണ്. ആണോ? ശുദ്ധമാണ് അല്ലാണല്ലോ. നിങ്ങൾ നല്ല ജ്യോതിഷ പണ്ഡിതന്മാരോട് ചോദിക്കും, 100% നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വരാഹമീരൻ പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായ സൂക്ഷ്മ സമയം ഗണിച്ചാൽ ആ കുട്ടി ജനിച്ച സ്ഥലം, അവിടുത്തെ നീരൊഴുക്ക്, അവിടുത്തെ കാറ്റിൻ്റെ ഗതി, ഭൂമിയുടെ കിടപ്പ്, കുട്ടി ജനിക്കുന്ന രീതി, ഇങ്ങനെയുള്ള 100 കാര്യങ്ങളെല്ലാം ഗണിച്ചാലും അവൻ്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം 50% പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ജാതകം നോക്കുന്നതിൽ വലിയ കാര്യമുണ്ടോ? ഉണ്ടോ? ചിദാനന്ദപുരി സ്വാമിയോട് ചോദിക്കുന്നതാണ് ഇപ്പോൾ കേട്ടോ. ഞാൻ പാവം. എൻ്റെ അച്ഛൻ നല്ല ജ്യോതിഷ പണ്ഡിതനായിരുന്നു. എൻ്റെ അച്ഛൻ ജാതകം നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത്. ഞാനിതൊക്കെ വായിച്ച് പഠിച്ച് അങ്ങനെ പോകുന്ന മനുഷ്യനാണ്. ഞാനും ജാതകം നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത്. ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ജാതകം നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നത്. എന്താ നമുക്ക് മാത്രം ഇത്ര അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം? മഞ്ഞക്കിളിയെ കണ്ടാൽ അന്നേരം ആ ലഡു കിട്ടിയ തോന്നില്ലേ? എതിരും കിട്ടും. മഞ്ഞ നിറത്തിലുള്ള ലഡു ആർക്കേ കിട്ടുള്ളൂ? ഹിന്ദുക്കൾക്കേ കിട്ടുള്ളൂ. ബാക്കിയുള്ളവൻ്റെ ലഡുവൊക്കെ എന്താ കറുത്തിട്ട? പൂച്ച വിലങ്ങനെ ചാടി. ദൂതില്ല, ലക്ഷണശാസ്ത്രമില്ല എന്നല്ല ഞാൻ പറയുന്നത്. സാമുദ്രിക ലക്ഷണശാസ്ത്രത്തെക്കുറിച്ചും കൈരേഖാശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ആൾ തന്നെയാണ് വരാഹമീരൻ. ബൃഹത് സംഹിത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമുണ്ട്. വരാഹമീരൻ്റെ ഏറ്റവും വലിയ ഗ്രന്ഥമാണത്, ബൃഹത് സംഹിത. വരാഹമീരൻ്റെ വായിക്കാൻ കിട്ടുന്നതാണ്, ഗൂഗിളിൽ പോലും കിട്ടും നമുക്ക്, അല്ലെ ഗ്രന്ഥങ്ങൾ പുസ്തകശാലകളിൽ. ആ ബൃഹത് സംഹിതയിൽ ഇത്തരത്തിലുള്ള സാമുദ്രിക ലക്ഷണങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സംഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എല്ലാം പഠിപ്പിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇതിനൊക്കെ ചില പോരായ്മകളുണ്ട്, പൂർണ്ണമാവില്ല. നമ്മളെ പഠനം പൂർണ്ണമാവോ? ഇല്ല. മലയാളികളാണ് നമ്മൾ. മലയാള ഭാഷ നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചോ? ഇല്ല, ആവില്ല. അറിവെന്ന് പറയുന്നത് പൂർണ്ണത എത്തില്ല നമുക്ക്. അഗസ്ത്യമുനി സാഗരം കുടിച്ചു വറ്റിച്ചാളാന്നാണ് പറഞ്ഞത്. കടൽ കുടിച്ചു വറ്റിച്ചാൾ. ഇത് കേട്ടില്ലേ കഥ? എങ്ങനെ അഗസ്ത്യൻ? ആ അഗസ്ത്യനെ കുറിച്ചാണ് മധുസൂദനൻ നായർ ഒരു കവിതയിൽ ചൊല്ലുന്നുണ്ട്. രഘുരാമ നാമിനിയും നടക്കാം. കേട്ടില്ലേ? രാവിനു മുമ്പേ കനൽക്കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. അറിവിൻ്റെ അങ്ങേയറ്റമെത്തിയാലേ രഘുരാമന്മാർക്ക് പോലും അഗസ്ത്യമുനിയെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, അഗസ്ത്യൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത അറിവിൻ്റെ സാഗരം കുടിച്ചു വറ്റിച്ചവനാണ്. നമുക്ക് അഗസ്ത്യനെ പോലെ അറിവുണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. മഹാദേവനായ ശിവൻ്റെ അവതാരമായിരുന്നു അഗസ്ത്യമുനിയൊക്കെ, അല്ലേ? അഗസ്ത്യമൊഴി എന്ന് പറഞ്ഞ് കോഴിക്കോട് മുക്കം ഭാഗത്തൊരു സ്ഥലമല്ലേ? പണ്ട് ശിവൻ്റെയും പാർവതീൻ്റെയും കല്യാണം നടക്കുന്ന സമയത്ത് നാട്ടുകാർ മൊത്തം ഉത്തരേന്ത്യയിലേക്ക് പോയി. വല്ല കല്യാണം അവിടെ വെച്ച് നടക്കുക, ഹിമാലയത്തിൽ വെച്ചിട്ട് നടക്കുക. എല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ ഭൂമിൻ്റെ ബാലൻസ് പോയി എന്നാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഉടനെ ശിവൻ അഗസ്ത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നങ്ങോട്ട് നടക്കണം, അല്ലെങ്കിൽ ആകെ ഇപ്പം കൂട്ടം തെറ്റിയെല്ലാം കൂടി തമ്മിലടിച്ച് വീഴും. അങ്ങനെ അഗസ്ത്യൻ സ്വയം വെയിറ്റുള്ളവനാണ്. അവൻ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു എന്നാണ്. അങ്ങനെ നടന്ന് മുക്കം കഴിഞ്ഞ് കുറച്ച് നിർത്തിയപ്പോൾ അയാൾക്ക് വിശ്രമിക്കണം തോന്നി. അങ്ങനെയാണ് മുക്കം ടൗണിൽ തൃക്കുടമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഗസ്ത്യൻ തൻ്റെ കുട ആ മണ്ണിൽ കുത്തി വെച്ചിട്ട് അവിടുന്ന് കുറച്ച് നേരം വിശ്രമിച്ച് അവിടുന്ന് എണീറ്റ് പോയി. മറന്നുപോയി, ആ കുടയെടുക്കാൻ മറന്നുപോയി. തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ എന്താണ് പ്രതിഷ്ഠ? കുടയാണ്. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? അഗസ്ത്യൻ മൊഴിയാണ്. കഥകളൊക്കെ അപ്പം തന്നെ പറയും. അപ്പോൾ അറിവ് നേടണം. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ വായിച്ച് പഠിക്കട്ടെ. ലോകത്തിൽ അറിവ് കൊടുത്തിട്ടുള്ള ഭാരതം, ആ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മൾ ഇന്ന് മറന്നുപോയി. ഇന്നത്തെ പോലെ കൈയടിക്കണോ, പാട്ട് പാടണോ? നാളെ അല്ലേ? സമയത്രയില്ലേ? അപ്പോൾ വെല്ലുവിളികളിൽ കുറച്ച് ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. ആന്തരിക വെല്ലുവിളികളിൽ തന്നെ കുറച്ചുകൂടെ ഉണ്ട്.
പിന്നെ ബാഹ്യമായ വെല്ലുവിളികളുണ്ട്. അതോടെ നമ്മൾ തീരും. ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞിട്ട് ഉണ്ടയിൽ നിന്ന് കാപ്പിയും കുടിച്ച് വീട്ടിൽ പോകരുത് കേട്ടോ. അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ നടപ്പാവണം. എന്തെങ്കിലും ഒന്ന്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ലാളിത്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആത്മബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരസ്പര വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, മറ്റ് ജീവജാലങ്ങളോടുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട്, പ്രകൃതിയോടുള്ള സ്നേഹം പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും നമ്മൾ ഒന്നുമില്ലെങ്കിൽ തുളസിക്ക് വെള്ളമൊഴിക്കുന്ന സ്വഭാവമെങ്കിലും നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. തുളസീനെ രക്ഷിക്കുകയെങ്കിലും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അല്ലാതെ ഇന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സോഷ്യൽ മീഡിയകളുടെ പല ഭാഗങ്ങളും ഉപയോഗിച്ച് പോലും നമ്മളെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും ആത്മഹത്യയിലേക്കും പേടിക്കുകയാണ്. നമ്മൾ ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് നമുക്ക് അസുഖമുണ്ടെന്ന് ഭയപ്പെടുകയാണ്. അങ്ങനെ ഭയപ്പെടേണ്ട നമ്മൾ, മനസ്സിലായില്ലേ? കറക്റ്റ് ട്രീ സമയം. അപ്പം അതുകൊണ്ട് നമുക്ക് ശാന്തി മന്ത്രം ജപിക്കാം. നമുക്ക് ആന്തരികമായ 1-2 വെല്ലുവിളികൾ കൂടി നാളെ ചർച്ച ചെയ്ത് ബാഹ്യമായ വെല്ലുവിളികളും നമുക്ക് കണ്ടെത്താം. ആന്തരിക വെല്ലുവിളികൾ മാറിയാൽ തന്നെ ബാഹ്യമായ വെല്ലുവിളികൾ ഉണ്ടാവില്ല. നമ്മൾ ആരോഗ്യമുള്ളവരായാൽ രോഗാണുക്കൾ നമ്മുടെ അടുത്തേക്ക് വരുമോ? അതുകൊണ്ട് ഹിന്ദുക്കളെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരാരും തന്നെ നമ്മളെ മതം മാറ്റാനോ ആക്രമിക്കാനോ ഒന്നും വരില്ല. വരാതിരിക്കണമെങ്കിൽ നമ്മളാദ്യം നമ്മുടെ മതത്തെ പഠിക്കുക. ആരും ഉപദ്രവകാരികളൊന്നുമല്ല, എല്ലാവരും നല്ല മനുഷ്യരാണ്. എല്ലാ മതത്തിലും പെട്ടവർ, എല്ലാ ജാതിയിലും പെട്ടവർ. നമ്മൾ ശക്തരാണെന്ന് കണ്ടാൽ ആരും വരില്ല. ഒക്കെ നമുക്ക് നാളെ പറയാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പം നാളെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കൃത്യമായിട്ട്. എന്തായാലും സമയത്തിന് തന്നെ എല്ലാവരും എത്തുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.